ഈ ഭാഗത്തുനിന്ന് അധികം ചോദ്യങ്ങൾ സാധാരണ കുറവാണ്. ബാക്കി ഇതിനെ അപേക്ഷിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾ ചോളാസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ചോളാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പണ്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അവര് ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഇവരാരാണ്? ഇവര് പല്ലവാസിന്റെ ഫ്യൂഡേറ്ററീസ് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. വിജയാലയാണ് ഇതിന്റെ ഫൗണ്ടർ. എല്ലാ എംപയേഴ്സിന്റെ ഫൗണ്ടർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇതിലും വിജയാലയാണ് ഈ ചോള എംപയറിന്റെ ഫൗണ്ടർ. അതും ഇത് ഏത് സമയത്താണ്? മിഡീവൽ ടൈമിലാണ്. നമ്മുടെ രാഷ്ട്രകൂടാസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ചോളാസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇവര് രാഷ്ട്രകൂടാസ് ഉണ്ടായിരുന്ന സമയത്ത് ചോളാസ് അവരുടെ നോർത്തേൺ സൈഡൊക്കെ അവര് എക്സ്പാൻഡ് ചെയ്തിരുന്നു. അപ്പൊ രാഷ്ട്രകൂടാസിനൊക്കെ വാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ചാലുക്യാസിനായിട്ടും രാഷ്ട്രകൂടാസ് ഒക്കെ വാർ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ചോളാസ് ഉണ്ടായിട്ടുള്ളത്. ഇവര് പല്ലവാസിന്റെ ഫ്യൂഡേറ്ററീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഉരയൂർ എന്ന് പറഞ്ഞ തഞ്ചൂർ സ്ഥലത്താണ്, അതായത് കാവേരിയുടെ ആ ഭാഗത്തായിട്ടാണ് ഇവരുടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് ഭാഗമാണ്. പിന്നെ അടുത്തത് ആദിത്യ എന്ന് പറഞ്ഞ റൂളറാണ്. പുള്ളി വിജയാലയ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളാണ്, ആദിത്യ വൺ. പിന്നെ ഇവര് പല്ലവാസിനായിട്ടും കൂടിച്ചേർന്നിട്ട് പാണ്ഡ്യാസിന് ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് തിരുപ്പുരമ്പിയം എന്ന് പറഞ്ഞ യുദ്ധത്തിലാണ്, ആ ബാറ്റിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ അറിയാം. ആദിത്യ വണ്ണിന്റെ സമയത്താണ് പല്ലവാസിനായിട്ട് മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ചേരാസ് ഉണ്ടായിരുന്നു. അപ്പൊ ചേരാസിനായിട്ടും ഇവര് അലൈൻ ചെയ്തിട്ട് പാണ്ഡ്യാസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാണ്ഡ്യാസിന്റെ അടുത്ത് ഏതൊക്കെ സ്ഥലമാണ് അവര് ബാറ്റിൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പൊ വിജയാലയാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് അറിയാം. ആദിത്യ വണ്ണിന്റെ സമയത്താണ് ഒരു ബാറ്റിൽ നടക്കുന്നത്, 2 ബാറ്റിൽസ് നടക്കുന്നുണ്ട്. ഒന്ന് പല്ലവാസുമായിട്ട് ഒത്തുചേർന്നിട്ട് പാണ്ഡ്യാസിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിലും, പിന്നെ അതുപോലെ ചേരാസിനായിട്ട് കൂടിച്ചേർന്നിട്ട് പാണ്ഡ്യാസിനായിട്ട് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവുന്നു. പിന്നെ ഒരു പല്ലവാസിനായിട്ട് ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം അറിയാം. ഇതാണ് മാപ്പ്. ചോളാസ് പിന്നെ ഈ ചാലുക്യാസിന്റെ സ്ഥലത്താണല്ലോ ഞാൻ പറയുന്നത്. രാഷ്ട്രകൂടാസ് ഒക്കെ ചാലുക്യാസിന്റെ അതായത് ചാലുക്യാസിനെ ഓവർത്രോ ചെയ്തിട്ടാണല്ലോ നമ്മുടെ രാഷ്ട്രകൂടാസ് ഒക്കെ വന്നിട്ട്, എന്നിട്ട് ഇവര് നോർത്തേൺ സൈഡൊക്കെ ഇവര് എക്സ്പാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ആള് ഇതിലത്തെ പരന്തക എന്ന് പറഞ്ഞ ഒരു റൂളറാണ്. പുള്ളി മധുരൈ ക്യാപ്ചർ ചെയ്തെന്നറിയാം. പിന്നെ അതുപോലെ ബാറ്റിൽ ഓഫ് വെല്ലൂർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്തത് രാജരാജവണ്ണാണ് നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ. ഇവരുടെ നേവി അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയണം. ഈ ശൈലേന്ദ്ര എംപയറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ശൈലേന്ദ്ര എംപയർ ആരായിരുന്നു? ശൈലേന്ദ്ര ഡൈനാസ്റ്റി ഓർക്കുന്നുണ്ടോ? ശൈലേന്ദ്ര ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്തോനേഷ്യ ഭാഗത്തുള്ളത്. ഞാൻ ആ വജ്രയാന ബുദ്ധിസം സമയത്തൊക്കെ പറഞ്ഞില്ലേ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വജ്രയാന ബുദ്ധിസം സ്പ്രെഡ് ആയിട്ടുണ്ടെന്നെല്ലാം. ഓർമ്മയുണ്ടോ അതൊക്കെ? ഓഡിബിൾ അല്ലേ? ഹലോ. ഓക്കെ. ആ സമയത്ത് അപ്പോ ശൈലേന്ദ്ര ഡൈനാസ്റ്റി, ശൈലേന്ദ്ര എംപയർ ഇന്തോനേഷ്യ ഭാഗത്താണെന്ന് അറിയാം. നേവൽ എക്സ്പെഡീഷൻസ് ഈ ചോളാസിന്റെ സമയത്ത് നേവി അവരുടെ നേവി അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവര് ഇന്തോനേഷ്യ സൈഡ് ശൈലേന്ദ്ര ഡൈനാസ്റ്റിനായിട്ടൊക്കെ നേവൽ എക്സ്പെഡീഷൻ നടത്തിയിരുന്നു. ആ ഭാഗത്തൊക്കെ ഇവര് ചൈന, പിന്നെ അതേപോലെ ഈ ഇന്തോനേഷ്യ, ജാവ ആ ഭാഗത്തൊക്കെ ഇവര് നേവൽ എക്സ്പെഡീഷൻ നടത്തി അതൊക്കെ കൈക്കലാക്കിയിരുന്നു. അപ്പൊ ഒരു ട്രേഡ് ഒക്കെ കുറച്ചും കൂടി ആ സമയത്ത് ഫ്ലറിഷ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ചോളാസും ലേറ്റർ ചാലുക്യാസും തുംഗഭദ്ര ഡോബിനായിട്ട്, അതായത് നമ്മൾ ട്രൈപാർട്ടിക് സ്ട്രഗിൾ പഠിച്ചില്ല, കനോജിന് വേണ്ടിയിട്ട് എപ്പോഴും യുദ്ധം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ തുംഗഭദ്ര ഡോബിന് വേണ്ടിയിട്ട് ഇവരെപ്പോഴും യുദ്ധം ഉണ്ടായിരുന്നു. അവിടെ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവര് അവസാനം ഇതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നേവൽ എക്സ്പെഡീഷൻ. ശൈലേന്ദ്ര അവിടെ ഇവര് ബുദ്ധിസം ആയിരുന്നു ആ സമയത്ത്. ശൈലേന്ദ്ര ഡൈനാസ്റ്റിയുടെ സമയത്ത് എവിടെ? ഇന്തോനേഷ്യ ആ ഭാഗത്തൊക്കെ. നിങ്ങൾ ആ ഇന്തോനേഷ്യ ഒക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ബുദ്ധിസ്റ്റ് കുറെ സ്കൾപ്ചേഴ്സ് ഒക്കെ ആ സമയം അവിടെ കാണാൻ പറ്റും. ഇന്തോനേഷ്യ. ഓക്കെ. നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശൈലേന്ദ്ര ഡൈനാസ്റ്റിയുടെ ഒരു
താല്പര്യപ്രകാരം നാഗപട്ടണത്ത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ബിൽഡ് ചെയ്തിട്ടുണ്ടായെന്ന് അറിയാം. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് രാജേന്ദ്ര വൺ ആണ്. രാജേന്ദ്ര വൺ എന്ന് പറഞ്ഞ രാജരാജയുടെ മകനാണ്. അദ്ദേഹം എക്സ്പാൻഷിസ്റ്റ് പോളിസിയാണ്, എക്സ്പാൻഡ് ചെയ്യുന്ന ടെറിട്ടറി മൊത്തം. പിന്നെ നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട പോലെ തന്നെ ഈ ചാലുക്യാസും പാണ്ഡ്യാസും ചേരാസിനൊക്കെ മൊത്തം പുള്ളി അവിടുന്ന് ഓവർത്രോ ചെയ്ത് കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ സമുദ്രഗുപ്തയുടെ കാര്യം? അതായത് നോർത്തേൺ സൈഡിലേക്ക് അനക്സേഷനും സൗതേൺ സൈഡിലേക്ക് അനക്സേഷനും ഇല്ല, രണ്ട് പോളിസിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരെണ്ണം ദിഗ്വിജയം ധർമ്മവിജയ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പോളിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പോയ അതേ വഴി തന്നെയാണ് നമ്മുടെ ഈ രാജേന്ദ്ര വണ്ണും അതായത് ഈ അനക്സേഷൻ നടത്തിയില്ല, ആ റൂട്ട് തന്നെയാണ് പുള്ളി കോൺക്വർ ചെയ്തത്. അതിനെ പറയുന്ന അദ്ദേഹം ഗംഗൈ കൊണ്ട ചോളാന്നോ ആ സമയത്ത് ടൈറ്റിൽ പുള്ളി തന്നെ അസ്യൂം ചെയ്തു. പിന്നെ ഗംഗൈ കൊണ്ട ചോളപുരം എന്നാണ് പുള്ളി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ പോയ വഴി ശ്രീവിജയ എംപയറും ഇതേപോലെ തന്നെ നമ്മുടെ മലയ പെനിൻസുല ആ ഭാഗത്തുള്ളതാണെന്ന് അറിയാം. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് കാര്യം, ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗൈ കൊണ്ട ചോളപുരം, പിന്നെ ഗംഗൈ കൊണ്ട ചോള ആ കാര്യം അറിയാം. പിന്നെ എക്സ്പാൻസിസ്റ്റ് പോളിസി എന്നുള്ള കാര്യം അറിയാം. നേവൽ എക്സ്പീഡിഷൻ നടത്തിയിട്ടുണ്ടെന്ന് അറിയാം രാജേന്ദ്ര വണ്ണ്. പിന്നെ അതുപോലെ ചോളാസിന്റെ ഫൗണ്ടർ ആരാണെന്ന് അറിയാം. ഓക്കെ. പിന്നെ അടുത്തത് അനുരാധപുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അത് നമ്മുടെ ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ പഴയ ആൻഷ്യന്റ് ക്യാപിറ്റലാണ് ഈ അനുരാധപുരം എന്ന് പറയുന്നത്. ഈ രാജാതിരാജ പുള്ളി ബാറ്റിൽ ഓഫ് കൊപ്പം, അതായത് വെസ്റ്റേൺ ചാലുക്യാസിലത്തെ സോമേശ്വര എന്ന് പറഞ്ഞ കിങ്ങിനായിട്ട് പുള്ളി ഒരു വാറുണ്ടായിരുന്നു. അതിലാണ് രാജാതിരാജ മരിക്കുന്നത്. ഓക്കെ. കൊളുത്തുങ്കൻ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും ലാസ്റ്റത്തെ റൂളർ. പുള്ളി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോള കിങ് ആയിരുന്നു. ആ സമയത്തും ട്രേഡ് ഫ്ലറിഷ് ചെയ്തിരുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കണേ, ശുങ്കം തവിർത്ത എന്ന് പറഞ്ഞ, അതായത് പുള്ളി ടോൾസ് ഒക്കെ അബോളിഷ് ചെയ്യുന്ന ആളായിരുന്നു. ഓക്കെ, അത് മറക്കാതെ പഠിക്കണം നിങ്ങൾ. പിന്നെ പുള്ളി പരമാവധി എല്ലാവരും യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പീസ്ഫുൾ റൂളർ ആയിരുന്നു. ഈ ചാലുക്യാസിനായിട്ടും എല്ലാവരും ഈ ബാക്കിയുള്ള ടീംസിനൊക്കെ ആയിട്ട് പുള്ളി വലിയ യുദ്ധവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ അറിയേണ്ടത് ഈ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് പലതരം വില്ലേജസ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ മണിഗ്രാമം, സംഘം പീരീഡിലൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? കുറച്ച് മണിഗ്രാമം, മരുത്ത മുല്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർമ്മയില്ലേ? ഇതിലേക്ക് ഇങ്ങനെ പറയുന്നത്. അതെ, അതേപോലെ തന്നെ ഇതിലും നമ്മൾ കുറച്ച് പേരുകളൊക്കെ പഠിക്കുന്നത്. ശ്രേണീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗിൽഡ്, അതായത് ഒരു മെർച്ചന്റ് ഓർഗനൈസേഷൻ. അപ്പൊ ഒരു ടൈപ്പ് ഓഫ്, അതായത് ഓരോ ടൈപ്പ് ഓഫ് വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണ് ശ്രേണീസ് അല്ലെങ്കിൽ ഗിൽഡ് എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കുക. പിന്നെ കിങ്ങിനെ പെരുമാള് എന്നൊക്കെ വിളിക്കുന്ന അറിയാം. ഇതിൽ പിന്നെ കരൺമൈ, റൈറ്റ് ടു കൾട്ടിവേറ്റ്, ആ വേർഡ്സ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. കാരണം ഇപ്രാവശ്യം ഇനിയിപ്പോ ചോദിക്കാൻ മിഡീവലിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നഗരറ്റാർ, നഗരം എന്ന അസംബ്ലി ഓഫ് മർച്ചന്റ് ഗ്രൂപ്പ്സ് ആണെന്നറിയാം. മിറ്റാച്ചി സൂപ്പർ സുപ്പീരിയോർ പോസിറ്റീവ് റൈറ്റ്, നെറ്റൽ കമ്പൽസറി ലേബൽ ആണെന്നറിയാം. ഇങ്ങനത്തെ രണ്ടുള്ളൂ. പിന്നെ ചോളാസ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മോഡലാണ്. അതായത് ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം പോലെ തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് നമ്മളന്ന് പറഞ്ഞില്ലേ സഭ എന്നൊക്കെ പറഞ്ഞിട്ട്, സഭ ഉണ്ടായിരുന്നു. ഇതിൽ ഊരുണ്ട്, സഭയുണ്ട്, മഹാസഭ. അപ്പോ ഊര് മഹാസഭ, ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോ എന്തെങ്കിലും പൊളിറ്റിയിലോ അങ്ങനെ ഇതൊക്കെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ല മിഡീവൽ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹിസ്റ്ററി ചോളാസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ മിഡീവലും ആൻഷ്യന്റ് ഒക്കെ പല പേപ്പറിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചോള സൊസൈറ്റി എങ്ങനെയാന്നുള്ളത് അറിയാം. അതായത് കാസ്റ്റ് ബേസ്ഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായി. പരയർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, അവര് അൺടച്ചബിൾസ് ആണ്. വെള്ളാൽസ് എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ പഠിക്കണ്ട. വെള്ളാൽസ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോലാസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച ഓർമ്മയില്ലേ? സ്പൈ എന്നല്ലേ പറയുന്നത് തന്നെ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ ഇതിൽ കൂടുതൽ ഇങ്ങനെയാണ് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. വെള്ളാൽസ് എന്ന് പറഞ്ഞാൽ ഫാമിംഗ് ഗ്രൂപ്പ് ആണെന്നറിയാം. ഒരു മിനിറ്റ്. ഇപ്പൊ ചോള സൊസൈറ്റി ഇതാണെന്ന് അറിയാം. പിന്നെ ഇവരെ കൂടുതൽ നമ്മൾക്ക് വരുന്നത് എന്താണെന്ന് പറഞ്ഞാലേ, അതായത് ആ സമയത്ത് അഗ്രികൾച്ചർ ഒക്കെ കുറച്ചും കൂടി ഫ്ലറിഷ് ആയി. അതായത് എക്സ്പാൻഷൻ അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു ആ സമയത്തൊക്കെ.
അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേർഷ്യൻ വീൽ ഫോർ ഇറിഗേഷൻ, അതായത് നിങ്ങൾ കണ്ടില്ലേ മറ്റേ ഒരു വീല് വെച്ചിട്ട്, ഇപ്പൊ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ബ്രേക്കിന് ശേഷം ഇടാം. അതായത് അഗ്രഹട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവര് ഈ ഇറിഗേഷൻ ഒക്കെ നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ അത്യാവശ്യം എക്സ്പാൻഡ് ചെയ്തിരുന്നു അറിയാം. ടാങ്ക്സ്, കനാൽ വെൽസ് ഒക്കെ ഒരു ബിൽഡ് ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ നമ്മൾ കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ ചോള ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. നമ്മളെ ജൈനസത്തിലെ ഒരു വലിയ സ്റ്റാച്യുവിനെ കുറിച്ച് പഠിച്ച ഓർമ്മയില്ലേ? ശ്രാവണബൽഗോല ഗോമതേശ്വര. പിന്നെ അതേപോലെ ബ്രോൺസ് നടരാജ ഐഡിയലിനൊക്കെ കുറിച്ചിട്ടുള്ളത്. പിന്നെ വേറെ അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്രേഡിന്റെ കാര്യം പറഞ്ഞില്ലേ, നേവൽ എക്സ്പെഡീഷൻ. അത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന ഭാഗത്ത് ഇവരുടെ ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ അറിയേണ്ടത്. ഇത്രേ ഉള്ളൂ ഈ സദേൺ ഇന്ത്യയിൽ ആ സമയത്ത് നടന്നത്. വേറെ കൂടുതലൊന്നുമില്ല. അപ്പൊ നമ്മളിതിൽ അറിയേണ്ട ചോളാസ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇവർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് അറിയാം. പിന്നെ ഫൗണ്ടർ വിജയാലയ ആണെന്ന് പഠിച്ചു നമ്മള്. പിന്നെ കുറച്ച് ബാറ്റിൽസിനെ കുറിച്ച് പഠിക്കുക. വേറെന്താ, ഗംഗൈകൊണ്ട ചോളപുരം, ഗംഗൈകൊണ്ട ചോള, സമുദ്രഗുപ്തയുടെ ആ കാര്യം മറക്കരുത് കേട്ടോ. ആര് 13th സെഞ്ചുറി ആയിക്കഴിഞ്ഞാൽ തന്നെ കിങ്ഡം എൻഡ് ചെയ്യുന്നറിയാം. പിന്നെ ഈ ഫാക്ട്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. പിന്നെ ആ സമയത്ത് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നുള്ള കാര്യം മറക്കണ്ട. ഇത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൽഹി സുൽത്താനേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ട്രൈ പാർട്ടി സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രാഷ്ട്രകൂടാസ്, പിന്നെ ആരൊക്കെയായിരുന്നു, പ്രതിഹാരാസ്, അതേപോലെ തന്നെ പാലാസ്, ബംഗാളിൽ പാലാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. രാഷ്ട്രകൂടാസ് എങ്ങനെയാണ് വന്നതെന്നുള്ളതും, ചാലുക്യാസിനെ ഓവർത്രോ ചെയ്തതാണ്. അറബ് ഇൻവേഷൻസ് ഉണ്ടായിരുന്നു, അത് റെസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചാലുക്യാസ് കുറച്ച് ഡൗൺ ആവുന്ന ആ സമയത്ത് രാഷ്ട്രകൂടാസ് വരുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രതിഹാരാസ് രജപുട്ട് ക്ലാൻസിലത്തെ ഒരു ക്ലാൻ ആണെന്ന് പറയുന്നത്. അവരാണ് ആ രജപുട്ട് ക്ലാൻസിലത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ പാലാസും ഇവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കനൌജിന് വേണ്ടിയിട്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അതൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ ഈ നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരുടെ എല്ലാം എക്സോസ്റ്റ് ആയതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള രജപുട്ട് ക്ലാൻസ് ഒക്കെ വരുന്നത്. അതായത് പരമാരാസ്, ചൗഹാനാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് ഈ മഹ്മൂദ് ഓഫ് ഗസ്നിയും ഗോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതറിയോ? മഹ്മൂദ് ഓഫ് ഗസ്നിയും ഗോറിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് മഹ്മൂദ് ഓഫ് ഗസ്നി ആരായിട്ടാണ് പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ഉണ്ടായിരുന്നത്? ഗോറിയായിട്ടാണ് യുദ്ധം ഉണ്ടായിരുന്നത്. അപ്പൊ ഗസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ എംപയർ അതായത് കുറച്ചും കൂടി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കണം. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി വന്നിട്ട് സോമനാഥ് ടെമ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൂട്ട് ചെയ്ത് പോയത്. അതായത് വെൽത്ത് ലൂട്ട് ചെയ്യുക എന്ന് മാത്രമുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഗസ്നിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗോറിക്ക് എന്തായിരുന്നു, അനക്സേഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ എക്സ്പാൻഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു ടെറിട്ടറീസ് ഒക്കെ. ഓക്കെ, അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ ഗോറിനായിട്ടാണല്ലോ പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എന്തായിരുന്നു ആ ബാറ്റിലിന്റെ പേരെന്തായിരുന്നു? ബാറ്റിൽ ഓഫ് ടെറൈൻ ആയിരുന്നു. അപ്പൊ ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് വൈഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, ഓർമ്മയില്ലേ? ബാറ്റിൽ വൈഹിന്ദ് ആനന്ദ്, അതന്നെ, ഷാഹി, ജയപാല, ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു. ഈ രണ്ട് ബാറ്റിലിന് ശേഷം, അതായത് ഈ ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷമുള്ള ഇമ്പാക്ട് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ബാറ്റിൽ ഓഫ് ടെറൈന് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്ട്രോങ് റൂളർ അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് റൂളർ. അദ്ദേഹം ഫസ്റ്റ് തന്നെ ബാറ്റിൽ ഓഫ് ടെറൈനിൽ പുള്ളിയാണല്ലോ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നത് ഫസ്റ്റത്തെ ബാറ്റിലിൽ തന്നെ, അല്ലേ? അതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ?
അപ്പോൾ പൃഥ്വിരാജ് ചൗഹാന് ഗോറിനെ തോൽപ്പിക്കുന്നു. പിന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ പുള്ളി തോൽക്കുകയും ചെയ്യുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അതിനുശേഷം ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഗോറിയും ഗസ്നിയും തമ്മിലുള്ള നമ്മള് വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനിന് ശേഷം എന്താണ് സംഭവിച്ചെന്നുള്ള ഗസ്നി അല്ല ഗോറിയാണ്. ആരാ ഫിർദൌസി എന്നൊക്കെ പറഞ്ഞ ആള് ഏത് സമയത്താണ് ഉണ്ടായിരുന്നത്? ഒരു കോട്ട് പോയിന്റിന്റെ കേസൊക്കെ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫിർദൌസി അൽബറൂണി എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി. ആ, അപ്പൊ അതറിഞ്ഞിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗോറി ഗസ്നി പഞ്ചാബ് സൈഡിൽ കൂടെ നിങ്ങൾക്ക് മറ്റേ കൈബർ പാസ്, ബോളൻ പാസ് ഒക്കെ അറിയല്ലോ. കൈബർ പാസിലൂടെയാണല്ലോ എപ്പോഴും ഈ ഇൻവേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അത് കാരണം നിങ്ങൾ ആ ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ഒന്ന് നോക്കി വെക്കണേ. അത് ഇതിനല്ല, ജോഗ്രഫിക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. ഗസ്നിവാദ് ഒരു പേർഷ്യൻ മുസ്ലിം ഡൈനാസ്റ്റി ആണെന്ന് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ 17 തവണ അവർ ഇൻവേഡ് ചെയ്യുന്നുള്ള കാര്യം അറിയാം. മെയിൻ റീസൺസ് ഞാൻ പറഞ്ഞു ഗസ്നിയുടെ. അത് നിങ്ങൾ ഗസ്നി ഗോറിയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് വാസ്റ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാം റിലിജിയൻ സ്പ്രെഡ് ചെയ്യാനും, അതേപോലെ തന്നെ പുള്ളി സോമനാഥ് ടെമ്പിളൊക്കെ ഡിസ്ട്രോയ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആള് പെട്ടെന്ന് ഇൻവേഷൻ നടത്തും. അതായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ അടുത്ത അതിന് പെട്ടെന്ന് സഡൻ ആയിട്ട് അറ്റാക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂളേഴ്സിന് ഒത്തുചേരാനുള്ള സമയമൊന്നും പുള്ളി കൊടുക്കില്ല. അതേസമയത്ത് ഗോരി എങ്ങനെയായിരുന്നു? ഗോരി എക്സ്പാൻഷനും അദ്ദേഹത്തിന്റെ അനക്സേഷനും കൂടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. നോർത്ത് വെസ്റ്റ് അഫ്ഗാനിസ്ഥാനിലൂടെ ഒക്കെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൈബർ പാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. നമ്മളത് നോക്കിയാണ് ബാറ്റിൽ ഓഫ് ചന്ദ്വാറും ബാറ്റിൽ ഓഫ് ടെറൈനും ആണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷം, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത്. അതായത് ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷം എന്താ ഡിസാസ്റ്റർ, അതായത് രജിപുട്സ് എന്ന് നമ്മൾ പഠിച്ചില്ലേ, കുറച്ച് രജിപുട്സ് ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഒതുങ്ങി. പിന്നെ അതിനുശേഷം ചൗഹാനൊക്കെ, പൃഥ്വിരാജ് ചൗഹാൻ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ തോറ്റതിന് ശേഷം എന്താ സംഭവിച്ചത്? ആളും ഡൗൺ ആയില്ലേ. അടുത്ത ആരാ? പിന്നെ ബാറ്റിൽ ഓഫ് ചന്ദ്വാർ ഡിഫീറ്റഡ് ജയചന്ദ്ര കനൗജ് ഓർമ്മയില്ല നിങ്ങൾക്ക്? ട്രൈപാർട്ടിസ്റ്റുകള് ആ സമയത്ത് ജയചന്ദ്ര എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി രജ്പുട്ട് ക്ലാൻസിലത്തെ ഒരാളായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ ജയചന്ദ്ര ആരാണെന്നുള്ളത്? അപ്പോ പുള്ളി ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനൗജൊക്കെ മുസ്ലിം റൂളേഴ്സ് ഒക്യുപ്പൈ ചെയ്തു. അതിനുശേഷം ഗോരിയും ഗസ്നിയൊക്കെ ഗോരി ഗസ്നിലേക്ക്, ഗസ്നി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്ത് ഐബക്ക് എന്ന് പറഞ്ഞ ആളെ, പുള്ളിയുടെ ഫേവറേറ്റ് ജനറൽ ആയിരുന്നു, പുള്ളിനെ അവിടെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി പോയിരുന്നത് ഇന്ത്യയിൽ. പിന്നെ ഈ ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷമാണ് ആദ്യത്തെ മുസ്ലിം എംപയർ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഈ മുസ്ലിം ഡൽഹി സുൽത്താനേറ്റ്സ് തൊട്ടാണ് ഈ മുസ്ലിം ടച്ച് ഉള്ള ഇസ്ലാമിക് ടച്ച് ആർക്കിടെക്ചേഴ്സ് ഒക്കെ നമ്മുടെ ഇവിടേക്ക് വരുന്നത്. അതായത് കുത്തബ് മീനാർ പോലുള്ള ഒരേ കുത്തബ് മീനാർ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ ഒരു മോസ്കുകളുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രകൂടാസിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, രാഷ്ട്രകൂടാസ് അത്യാവശ്യം ലിബറൽ ആയിരുന്നു. അറബ് മെർച്ചൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അറബ് മെർച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ പേരെന്തായിരുന്നു പറഞ്ഞേ? അറബ് മെർച്ചന്റിന്റെ പേരെന്തായിരുന്നു? അൽ മസൂദി. അപ്പൊ ആ സമയത്ത് അതേപോലെ തന്നെ അറബ് മെർച്ചൻസ് രാഷ്ട്രകൂടാസിന്റെ അവിടെ വന്നിട്ട് ഒരു മോസ്ക് ഒക്കെ പണിതു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അത്യാവശ്യം ലിബറൽ ആയിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ബാറ്റിൽ ഓഫ് ടെറൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഈ ഗോരി ഗസ്നി തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അതിനുശേഷം ബാറ്റിൽ ഓഫ് ടെറൈന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും. ഓക്കെ, അറബ് ഇൻവേഷൻസിനൊക്കെ തടഞ്ഞിരുന്ന ആരാണ്? ചാലൂക്യാസ് ആണ്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള, അതിന് ശേഷമാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് വരുന്നത്. അതായത് ഈ ഐബക്കിനെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് ഗോറി ഇവിടെ നിന്ന് പോയത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഡൽഹി സുൽത്താനേറ്റ്സ് ആണ്. ഡൽഹി സുൽത്താനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ട്, ഖിൽജി ഉണ്ട്, തുഗ്ലക്ക് ഉണ്ട്, സായദ് ഉണ്ട്, ലോധി ഉണ്ട്. ഇങ്ങനെ 5 ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അറിയാം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞത്? അതായത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ വന്ന കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്ലേവ് ഡൈനാസ്റ്റി ആണ്.
അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി നേരത്തെ പറഞ്ഞ ഐബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോറിയുടെ ഒരു സ്ലേവ് ആയിരുന്നു. പുള്ളീനെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി ഇവിടെ നിന്ന് പോയത്. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് അറിയതില് ഐബക്ക് ഉണ്ട്, കുത്തബുദ്ദീൻ ഐബക്ക്, അരം ഷാ, ഇൽത്തുമിഷ്, റുക്കുദ്ദീൻ ഫിറൂസ് ഷാ, റസിയ സുൽത്താൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവരെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സർ റസിയ സുൽത്താൻ അല്ലേ? റസിയ എന്താ ഫീമെയിൽ അല്ലേ അത്? ഫീമെയിൽ ആണ്. അപ്പോൾ ഇതാണ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ മാപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതായത് ഗോറി ഗസ്നിയുടെ കാര്യം പഠിച്ചു. ഏത് സൈഡിൽ നിന്ന് അറിയാം, ബോളൻ പാസ്, കൈബർ പാസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് നമ്മൾ അതിനേക്കാളും മുമ്പുള്ള വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ, അതായത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടേ, നമ്മൾ ഇതിനേക്കാളും മുമ്പ് കനിഷ്ക, കുഷാന ഡൈനാസ്റ്റി, പിന്നെ അങ്ങനെ പാർത്തിയൻസ്, ഷഗാസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആൻഷ്യന്റ് ഒക്കെ പഠിച്ചല്ലോ നിങ്ങൾ. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? പിന്നെ അടുത്ത് കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളീനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം. അദ്ദേഹം സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് ആളാണ്. ഫൗണ്ട് ചെയ്തത് പുള്ളിയാണ്, സ്ലേവ് ഡൈനാസ്റ്റി. പുള്ളി നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് ഗോറി ഇവിടെ നിർത്തിയിട്ട് പോയ ആളാണല്ലോ. പുള്ളി ടർക്കിഷ് സ്ലേവ് ആണെന്നുള്ള കാര്യം അറിയാം. അതായത് നമ്മുടെ ഗോറിയുടെ സ്ലേവ് ആയിരുന്നു. പിന്നെ അതേപോലെ പുള്ളി കുറെ ലാക്സ് കൊടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ലക്ബക്ഷ് എന്നാണ് പറയാ. കണ്ടോ, ഇപ്പൊ ഇവര് വന്നപ്പോ തന്നെ പരിപാടി തുടങ്ങി. കുവത്തുൽ ഉൽ ഇസ്ലാം എന്ന് പറഞ്ഞ മോസ്ക് ഒക്കെ ഇവര് പണി തുടങ്ങി. പിന്നെ ആള് മരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ കുതിരമേൽ നിന്നിട്ടൊരു കളിയില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. അക്ഷയ് ടീജെ എന്താ? സാർ അത് മാറിപ്പോയതാ, സോറി. ഓക്കെ ഓക്കെ. അതിനെ ചൗഗാൻ എന്നാണ് അതിനെ പറയാ. അത് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പോളോ ആണെന്ന് പറഞ്ഞിട്ട് ആ വേർഡ് നോട്ട് ചെയ്യാം. അത് ചോദിച്ചതാണ് ഒരു പ്രാവശ്യം UPSC, ഇയാൾ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചു. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് കുവാത്ത് ഉൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഡൽഹിയിൽ ഒരു മോസ്ക് പണിതിട്ടുണ്ടായിരുന്നു. അറിയാം, സ്ലേവ് ഡൈനാസ്റ്റിനെ ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ അല്ലേ? നിങ്ങൾ എന്തെങ്കിലും പറയട്ടാ. പിന്നെ അടുത്തത് ഉള്ളത് നമ്മ അരം ഷായാണ്. പുള്ളി ഒരു വീക്ക് റൂളർ ആയിരുന്നു. അപ്പൊ ഇൽത്തുമിഷ് പുള്ളിനെ ഓവർത്രൂ ചെയ്തിട്ടാണ് ഇൽത്തുമിഷ് വരുന്നത്. ഇൽത്തുമിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഐബക്കിന്റെ, കുത്തബുദ്ദീൻ ഐബക്കിന്റെ സണ്ണിൻലോയാണ്. പുള്ളിയുടെ ഫേവറേറ്റും ആണ് പുള്ളി ഇൽത്തുമിഷ്. അപ്പൊ ഇൽത്തുമിഷിന്റെ സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞാൽ ഇൽബാരി ട്രൈബ് എന്ന് പറഞ്ഞ ഒരു ട്രൈബില് ക്ലാനിൽ വന്നിട്ടുള്ള ആളാണ് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ ആള്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇൽത്തുമിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടർക്കിഷ് റൂളറിനെ ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്യണം, ഇന്ത്യയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഇൽത്തുമിഷ് ആണ്. ഓക്കെ, പുള്ളി ലാഹോർ എവിടെയാണെന്ന് അറിയില്ല, അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പുള്ളി ക്യാപിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? മിക്ക കാര്യങ്ങളും ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൊടുക്കാതില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഹമ്മദ് ഗോറിയുടെ തന്നെ കുറെ കമാൻഡേഴ്സ് ഒക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ആയിട്ട് ഇയാൾ യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇയാൾ റെസിസ്റ്റ് ചെയ്തിട്ട് പിന്നെയും പുള്ളി വരും. അപ്പൊ പിന്നെ ഈ സമയത്ത് അറിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഏൻഷ്യന്റ് ഇന്ത്യയിൽ, അതായത് ഈ നോർത്ത് വെസ്റ്റേൺ സൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്, കൂടുതൽ ഇൻവേഷൻസ് വരുന്നത് മൊങ്കോൾസ് എന്ന് പറഞ്ഞ ആൾക്കാരെ, ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഗോബി ഡെസേർട്ട്, ചൈന ഭാഗത്തൊക്കെ ഉള്ള ഗോബി ഡെസേർട്ടിൽ ഉള്ള കുറച്ച് ട്രൈബ്സ് ഒക്കെ കൂടിയിട്ടാണ് ഈ മൊങ്കോൾസ് ഒരുമിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഫുള്ള് എക്സ്പാൻഷൻ നടത്തുന്ന ടീമുകളാണ്. അപ്പോ ഇവരുടെ അണ്ടറിലുള്ള ആർമീസിനൊക്കെ ഓരോ ഡയറക്ഷനിലേക്ക് വിടും. എന്നിട്ട് എക്സ്പാൻഷൻ നടത്തുന്ന പരിപാടിയായിരുന്നു. ആ സമയത്താണ് നോർത്ത് വെസ്റ്റേൺ സൈഡിൽ കൂടെ ഇൽത്തുമിഷിന്റെ സമയത്താണ് ചെങ്കിസ് ഖാൻ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അത് ഓർമ്മ വേണം. ഇൽത്തുമിഷിന്റെ സമയത്താണ് ആദ്യമായിട്ട് ചെങ്കിസ് ഖാൻ വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? അത് നിങ്ങൾ ഓർത്ത് ഓക്കെ, അത് ഓർമ്മ വേണം. അത് നമ്മുടെ അടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, ആരുടെ സമയത്താണ് ചെങ്കിസ് ഖാൻ വന്നിട്ടുള്ളത്, ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇൽത്തുമിഷിന്റെ സമയത്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഫസ്റ്റ് ഇൽത്തുമിഷിന്റെ സമയത്താണ്. ഇതാണ് ഗോബി ഡെസേർട്ട് കാണുന്നില്ലേ, ഇന്ത്യ തൊട്ടടിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രീതിയിൽ കാണുന്നില്ലേ? അപ്പോ നമ്മുടെ ഖൈബർ പാസ് ആ ഭാഗത്ത് കൂടിയാണ് ഇവർ വരുന്നത്. ഇവര് ഡൽഹി വരെ ഒന്നും എത്തുന്നില്ല, കാരണം ആ സമയത്ത് ഒരു സെൻട്രൽ ഏഷ്യൻ റൂളർ ഉണ്ട് ജലാവുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളിനെ പേടിച്ചിട്ട്
ജലാലുദ്ദീൻ ഡൽഹി ഭാഗത്തേക്ക്, അതായത് ഇൽത്തുമിഷിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഇൽത്തുമിഷ് ആണെങ്കിൽ ആ സമയത്ത് ഡൽഹിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ജലാലുദ്ദീൻ വന്നത്. ജലാലുദ്ദീൻ അഭയം ചോദിക്കും. അഭയം ചോദിക്കുമ്പോൾ ജലാലുദ്ദീൻ അഭയം കൊടുക്കില്ല. അതായത് മംഗോൾസിനെ പേടിച്ചിട്ടല്ല വന്നത്. ജിംഗിസ് ഖാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇദ്ദേഹത്തിനെ കൂടി കൊണ്ടുപോകുന്ന അറിയാം. അപ്പോ ആ ഭാഗം മൊത്തം യുദ്ധം ചെയ്ത് ഇവരും പിടിച്ചടക്കുന്ന, ആനക്സ് ചെയ്യുന്ന അറിയാം. അതുകൊണ്ട് പുള്ളി അവർക്കും അഭയം കൊടുത്തില്ല ജലാലുദ്ദീനെ. അഭയം കൊടുക്കാതെ പുറത്താക്കിയ സമയത്ത് ജംഗീസ് ഖാൻ പിന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല. എവിടം വരെ ഇൻവേഡ് ചെയ്ത് അതറിയണം. പറയ്, ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പഞ്ചാബ് വരെ ഇൻവേഡ് ചെയ്യും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ? പഞ്ചാബ് വരെ ഇൻവേഡ് ചെയ്യുന്ന അറിയാം. ഓക്കെ, ഡൽഹിയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഡൽഹിയിലേക്ക് വന്നിട്ടില്ല, പഞ്ചാബ് വരെ ഇൻവേഡ് ചെയ്തുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു വട്ടം ചോദിച്ചത് നമ്മുടെ അടുത്ത് ആരുടെ സമയത്താണ് ഫസ്റ്റ് ആയിട്ട് മംഗോൾ ഇൻവേഷൻ ഉണ്ടായിരുന്നത്, അത് ഇൽത്തുമിഷിന്റെ സമയത്താണോ നമ്മൾ പറഞ്ഞു. അതൊരു വട്ടം UPSC ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടം വരെ ഇൻവേഡ് ചെയ്യുന്നുള്ളൂ. അത് പഞ്ചാബ് വരെ ഇൻവേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഡൽഹിയിലേക്ക് വരുന്നതിനേക്കാളും തൊട്ട് മുമ്പ് തന്നെ ജലാലുദ്ദീനെ ഇൽത്തുമിഷ് ഇറക്കി വിട്ടു. അഭയൊന്നും കൊടുത്തില്ല, വിട്ടോളാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? അതിനുശേഷം എന്താ, പിന്നെ പുള്ളി വെസ്റ്റേൺ സൈഡിലൊക്കെ വെസ്റ്റേൺ സൈഡിൽ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. പിന്നെ പുള്ളിയുടെ എംപയർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇക്താസ് എന്ന് പറഞ്ഞാണ്. ഇക്താസ് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ഓഫ് ലാൻഡിംഗ് ഓഫ് സാലറി ആണ്. പിന്നെ ഇക്തദാസ് എന്ന് പറഞ്ഞ ലാൻഡ് ഹോൾഡേഴ്സ് ആണ്. ഇതൊക്കെ ഞാൻ NCERT വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓർമ്മയില്ലത്? ഓക്കെ. പിന്നെ എവറി ഇക്തദാസ് ഹാഡ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആൻഡ് കളക്ട് റവന്യൂ ആഫ്റ്റർ ഡിഡക്ടിങ് സാലറി എന്നാണ് ആൻഡ് എക്സ്പെൻസസ് സർപ്ലസ് ടു, അതായത് അവരുടെ സാലറി ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവർ സെൻട്രൽ ഗവൺമെന്റ്, അതായത് മൊണാർക്കി, ആ കിങ്ങിനെ അയച്ചു കൊടുക്കണം. ഇക്തദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറബിൾ ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഇക്തദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ ട്രാൻസ്ഫറബിൾ ആയിരുന്നു. ഓക്കെ. പിന്നെ ചഹൽഗാനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ടർക്കിഷുകാരുടെ ചഹൽഗാനി എന്ന് പറഞ്ഞ ഒരു 40 ആൾക്കാരടങ്ങുന്ന ഒരു നോബിൾ ഗ്രൂപ്പ്സ് ആണ്. ന്യൂ ക്ലാസ് ഓഫ് റൂളിംഗ് എലൈറ്റ് ആണ്. പവർഫുൾ മിലിറ്ററി ലീഡേഴ്സ് ആണെന്ന് അറിയാം ചഹൽഗാനി. ഇതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ UPSCക്ക്. ഹലോ, ഓഡിബിൾ അല്ലേ? ഇത് ചോദിച്ചിട്ടില്ല. അപ്പൊ ചഹൽഗാനി ആരാന്ന് അറിഞ്ഞിരിക്കണം. 40 എലൈറ്റ് ക്ലാസ് ആൾക്കാരാണ്. അത് നമ്മുടെ ഈ റൂളിംഗ് കിങ്ങിന്റെ കോർട്ടിലുള്ള ആൾക്കാരാണ് ചഹൽഗാനി. പിന്നെ അതേപോലെ നമ്മള് ഇതില് ഇൽത്തുമിഷിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗോൾസ്, ചെങ്കിസ് ഖാൻ, പുള്ളി ഏതാളാണ് അറിയണം. പിന്നെ ചെങ്കിസ് ഖാൻ ഏത് ഭാഗത്താണ്? ഗോബി ഡെസേർട്ട് എന്നുള്ള ഏരിയ ഒക്കെ നിങ്ങൾ കാണുന്നില്ല മാപ്പിൽ? ഇപ്പൊ മാപ്പ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത് ഞാനിത് എന്താ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോ ഗോബി ഡെസേർട്ടിന്റെ ഭാഗത്തു നിന്നാണ് ഇവർ കൂടുതലും ഡയറക്റ്റ് ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അറിയാം. ഓക്കെ. പിന്നെ അതുപോലെ എവിടം വരെയാണ് ഇൻവേഷൻ നടന്നിട്ടുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ സാധ്യത ഉള്ള ഏരിയ. അതായത് അവര് ഇപ്പൊ ഓൾറെഡി ചെങ്കിസ് ഖാൻ ആരുടെ സമയത്താണ് വന്നതെന്ന് ചോദിച്ചല്ലോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണല്ലോ. ഓക്കെ, അതറിയാ. പിന്നെ ഇത് ചൗഹാൻ ഹോഴ്സ് പോളോ ചോദിച്ചതാണ്. പിന്നെ ലക്ഷ് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ സമയത്താട്ടോ കുത്തബ് മിനാർ, അതായത് ഫസ്റ്റ് ഒരു കുറച്ച് ഭാഗം മാത്രമേ പുള്ളി കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുള്ളൂ ആ സമയത്ത് കുത്തബ് മിനാർ. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്? പുള്ളി ഈ ജനങ്ങൾക്ക് കുറെ കാശ് കൊടുത്തു എന്നുള്ള ഒരു ലെവലിൽ ഇങ്ങനെ പറഞ്ഞ ലാഖ് ബക്ഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ തന്നെ കണ്ടത്. ഗോബി ഡെസേർട്ട് മറക്കരുത്. പിന്നെ ചഹൽഗാനി, ഇതാണ് സുൽത്താനേറ്റ്സിന്റെ മാപ്പിലുള്ള ഇത്. രത്തംബോർ, അജ്മർ, ജലോർ, സിന്ധ്, മുട്ടാൻ, ഗ്വാലിയർ, ബീഹാർ, ബംഗാളൊക്കെ ഇവരുടെ ഏരിയയിലായിരുന്നു. ഓക്കെ. അപ്പൊ സദേൺ സൈഡിൽ നിങ്ങൾ ആ സമയത്തൊക്കെ കുറച്ച് റൂളേഴ്സിനെ കാണും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ചഹൽഗാനീസ് ആരായിരുന്നു നമ്മള് പറഞ്ഞു അല്ലേ? ചഹൽഗാനീസ് ആരായിരുന്നു? 40 എലൈറ്റ് ക്ലാസ് പവർഫുൾ മിലിറ്ററി റൂളേഴ്സ് ആയിരുന്നു ചഹൽഗാനീസ്. അറിയില്ലേ? മനസ്സിലായുള്ളത്? പിന്നെ അടുത്തത്
ഇൽത്തുമിഷിന്റെ സമയത്ത് കുത്തബ് മിനാർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത റസിയ സുൽത്താൻ ആണ്. റസിയ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ മുസ്ലിം റൂളർ ആണ്. പുള്ളിക്കാരത്തി ഈ മുസ്ലിംസ് ഓർത്തഡോക്സ് ഒരു വിഭാഗം ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഇന്റേണലി അതായത് എക്സ്റ്റേണലി ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോബിൾസ് പറയുന്ന പോലെയാണ് കോർട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അതായത് ഇപ്പോ ഈ 40 ആൾക്കാരൊക്കെ നോബിൾസ് കൂടി പറയും ഇന്ന കിങ്ങിനെ തെരഞ്ഞെടുത്തമ, ഇന്ന ആളെ തെരഞ്ഞെടുത്തമ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഓരോ കിങ്സിനെയും സുൽത്താൻസിനെയും ആ സമയത്ത് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഈ ഫീമെയിൽ റൂളറായിട്ട് കയറുന്നത് റസിയ സുൽത്താനാണ്. അതുകൊണ്ട് തന്നെ കുറെ എതിർപ്പൊക്കെ പുള്ളിക്കാരത്തിക്ക് നേരിടേണ്ടി വന്നു. ഈ ചഹൽഗാനീസിനെ കൗണ്ടർ ചെയ്യാൻ തന്നെ വേറെ ടർക്കിഷ് ഇന്ത്യൻ മുസ്ലിംസിന്റെ തന്നെ ഒരു വേറെ നോബൽ ഗ്രൂപ്പും പുള്ളിക്കാരത്തി നോൺ ടർക്സിന്റെ ഒരു നോബൽ ഗ്രൂപ്പും പുള്ളിക്കാരത്തി തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു റസിയ സുൽത്താൻ. പിന്നെ ബാക്കിയുള്ള ടീമുകളൊക്കെ ആയിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് വാറും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഓക്കെ, മൊങ്കോൾസും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വന്ന ഇൽത്തുമിഷിന്റെ സമയത്താണെന്ന് അറിയാം. ഓക്കെ അല്ലേ പറയുന്നത്? അപ്പൊ റസിയ സുൽത്താന്റെ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ മുസ്ലിം റൂളർ ആയിരുന്നു. പിന്നെ നോബിൾസിന് എതിരെ ഒരു നോൺ ടർക്കും നോബൽ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് പുള്ളിക്കാരത്തി ശ്രമിച്ചത് എന്നുള്ള കാര്യം അറിയാം. ഈ റസിയ എങ്ങനെ ഡൗൺഫാൾ ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർഹിന്ദ് ആ പഞ്ചാബ് ആ ഭാഗത്ത് ഒരു ഗവർണറിന്റെ ഒരു യുദ്ധം വരുന്നു. പക്ഷെ അത് പുള്ളിക്കാരത്തി ജയിക്കും. പക്ഷെ ആളുടെ ബ്രദർ തന്നെ പുള്ളിക്കാരത്തിനെ ഓവർത്രോ ചെയ്യും, എന്നിട്ട് ഇംപ്രഷൻ ചെയ്യും, പിന്നെ കില്ല് ചെയ്യുന്നതാണ്. അടുത്ത വരുന്ന ബഹ്റാം ഷായാണ്. ബഹ്റാം ഷാ ഞാൻ നേരത്തെ പറഞ്ഞ ചഹൽഗാനി ഇല്ലേ, 40 നോബിൾസ്, ആ 40 നോബിൾസിന്റെ നോബിൾസ് എല്ലാം കൂടി തീരുമാനിച്ചാണ് ബഹ്റാം ഷാ എന്ന് പറഞ്ഞ ആള് ഈ അടുത്ത സുൽത്താനായിട്ട് വരുന്നത്. റസിയന് ശേഷം അടുത്ത സുൽത്താനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അലാവുദ്ദീൻ മസൂദ് ഷായാണ്. അതും ഇതേപോലെ തന്നെ നോബിൾസ് തീരുമാനിച്ചിട്ട് വരുന്നതാണ്. പക്ഷെ പുള്ളിയും അധികം കാലം ഉണ്ടാവില്ല. പിന്നെ അടുത്ത നസറുദ്ദീൻ മഹ്മൂദ് ആണ്, ഗ്രാൻഡ് സൺ ഓഫ് ഇൽത്തുമിഷ് ആണെന്ന് അറിയാം. ബാൽബൻ എന്ന് പറഞ്ഞ ആളുടെ അണ്ടറിലാണ് പുള്ളി കയറുന്നത്, ഏത് ഈ സുൽത്താനായിട്ട് ആയിട്ട് കയറുന്നത്. പിന്നെ ബാൽബന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മകളായിട്ട് നസ്രീൻ മുഹമ്മദിന് വിവാഹം കഴിച്ചു കൊടുക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അതിനുശേഷം ബാൽബനാണ് വരുന്നത്. ബാൽബനാണ് ഈ നോബിളിന്റെ ഇതിൽ നിന്ന് ഒരു റൂളറായിട്ട് വരുന്നത്, ഒരു സുൽത്താനേറ്റ് ആയിട്ട് വരുന്നതെന്ന് അറിയാം. പുള്ളിന് ഗിയാസുദ്ദീൻ ബാൽബൻ എന്നും ഉലുഗ് ഖാൻ എന്നും വേറെ പേരുണ്ട്. നസറുദ്ദീൻ മുഹമ്മദിന്റെ സമയത്ത് പുള്ളി നൈബ് എന്ന് പറഞ്ഞ റീജന്റ് എന്നൊക്കെ പറയും. ഓട്ടോക്രാറ്റിക് മാനറിലായിരുന്നു റൂൾ ചെയ്തതെന്ന് അറിയാം. പിന്നെ ഈ പൈബോസ് ആൻഡ് പിന്നെ ഒരു സിജാദ എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടില്ലേ? കാണുന്നില്ല? നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? സിജാദ പിന്നെ പൈബോസ് എന്ന് പറഞ്ഞ രണ്ട് ഇത് കണ്ടോ? സിജാദ എന്ന് പറഞ്ഞാൽ കാല് തൊട്ട് വന്നിരിക്കുന്ന പരിപാടി ഇല്ലേ നമ്മള് ഗുരുക്കന്മാരൊക്കെ കാണുമ്പോ, അതേപോലെ സിജാദ എന്ന് പറഞ്ഞാല്. പിന്നെ പൈബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുമ കിസ് ചെയ്യുന്ന കാര്യത്തിനാണ് പൈബോസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. പിന്നെ സ്ട്രോങ് സെൻട്രലൈസ്ഡ് ആർമി ആണെന്ന് അറിയാം. എഫിഷ്യന്റ് സ്പൈ സിസ്റ്റം ഉണ്ടായിരുന്നു ആ സമയത്ത്. മൊങ്കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ മൊങ്കോൾസിന്റെ ഇൻവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ പുള്ളിയും നോർത്ത് വെസ്റ്റേൺ ഗാർഡ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷമുള്ളതാണ് കൈകുബാദ് എന്ന് പറഞ്ഞ ആള്. നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇൽത്തുമിഷിന്റെ റസിയ സുൽത്താൻ, അതേപോലെ ബാൽബൻ എങ്ങനെയാണ് കയറിയ സുൽത്താനേറ്റ് ആയിട്ട് കയറിയെന്നുള്ള അറിയാം. ബാൽബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചഹൽഗാനിയിലത്തെ ഒരു നോബിൾ തന്നെയായിരുന്നു ബാൽബൻ. ഓക്കെ, ചഹൽഗാനി ആരാന്ന് അറിയാലോ? ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നമ്മുടെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ബാക്കി നമ്മൾ ഇത് എങ്ങനെ വന്നെന്ന് അറിയാലോ. അതായത് സുൽത്താനേറ്റ്സ് എങ്ങനെ ഉണ്ടായി, സ്ലേവ് ഡൈനാസ്റ്റി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗോറിയുടെ ഇൻവേഷന് ശേഷം പുള്ളിയുടെ ഒരു സ്ലേവിനെ ഇവിടെ ലെഫ്റ്റ് ചെയ്ത് വിട്ടൊന്ന് പോകുന്ന അദ്ദേഹത്തിന്റെ പേരാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഐബക്ക് എങ്ങനെ മരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു.
അത് ചോദിച്ചതാണ്. ഹോഴ്സ് പോളോ ചൗകാൻ. എന്നാലും നിങ്ങളെ ഇത് ഇപ്പൊ ഒരു വട്ടം ചോദിച്ചതാണെങ്കിൽ പോലും പ്രിലിംസിന്റെ ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഭാഗം ചോദിച്ചതായിരിക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ചൗകാൻ ചോദിച്ചതാണ്, ഹോഴ്സ് പോളോ ചോദിച്ചതാണ്. പക്ഷെ അതേപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പോ എ ചൗകാൻ, ഹോഴ്സ് പോളോ, പിന്നെ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ എനിക്കിത് അറിയാം അതുകൊണ്ട് ഇത് നോക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റിനെ തട്ടിക്കളയാൻ പാടില്ല. ബാക്കി അതിന്റെ ഓപ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉദ്ദേശം മനസ്സിലായോ? യെസ് സർ. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം. പിന്നെ നിങ്ങൾ മെയിൻസിന്റെ എഴുതി നോക്കിയോ നിങ്ങൾ? സാറ് തന്ന ക്വസ്റ്റ്യൻസ് എഴുതി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ എഴുതാൻ മടിയുള്ളവർക്ക്, അതായത് ഇപ്പൊ എഴുതാൻ നമുക്കൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ ഞാനന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു NCERTs വായിച്ച് കഴിയുമ്പോൾ ബാക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നിലും നിങ്ങൾ ആ ബാക്കിലെ ക്വസ്റ്റ്യൻ ഒരു 150 വേർഡ്സിൽ ആൻസർ ചെയ്ത് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ 150 വേർഡ്സിൽ അതിന്റെ സമ്മറി എഴുതി നോക്കുക. മനസ്സിലായോ? യെസ് സർ. അപ്പോ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി ശീലമാവും, നിങ്ങൾ പഠിച്ച കാര്യം റിവിഷനും ആവും. ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ NCERTs അതിപ്പോ ഏത് NCERT ആയാലും ഇപ്പൊ ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും എന്തായാലും ഇപ്പൊ എന്ത് തന്നെ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ പയ്യെ 150 വേർഡ്സിലോ അല്ലെങ്കിൽ 250 വേർഡ്സിലോ നിങ്ങൾ ആദ്യം 250 പിന്നെ 150 വേർഡ്സിലൊക്കെ നിങ്ങൾ എഴുതി നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പയ്യെ എഴുതാനുള്ള ഒരു ഇതും വരും. പ്ലസ് നിങ്ങൾക്ക് റിവിഷൻ നടക്കും. മനസ്സിലായോ? യെസ്. പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റി പഠിക്കുമ്പോൾ പൊളിറ്റിക്ക് നോട്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. നോട്ട് ഉണ്ടാക്കുന്നത് മീൻസ് ലക്ഷ്മി, അത് നമുക്ക് നോട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, വലിയ ബുക്കല്ലേ. അപ്പൊ അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അത് ശ്രദ്ധിക്കണം. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അതെ സർ. ആൻഷ്യന്റ് റിവൈസ് ചെയ്യാറുണ്ടോ? സർ നോട്ട്സ് ഇപ്പൊ വായിച്ചു നോക്കുന്നുണ്ട്, ബുക്ക് ഒന്നും വായിക്കാൻ നിർത്തിയിരിക്കുന്നു. ആൻഷ്യന്റ് അല്ല സാർ, ആൻഷ്യന്റ് സാർ തന്ന നോട്ട്സ് വായിച്ചു നോക്കുന്നുണ്ട്. ഞാന് ഇന്നോ നാളായിട്ട് ഞാനൊരു NCERT അതിൽ ഇടാം, നിങ്ങൾക്ക് വായിക്കാനായിട്ടുള്ള ഒരു ബുക്ക് ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും, പെട്ടെന്ന് കഴിയും ആൻഷ്യന്റ്. ഇടക്കിടക്ക് നോക്കണേ. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ആൻഷ്യന്റ് ഒക്കെ നോക്കൽ കുറവായിരിക്കുള്ളൂ. അപ്പോൾ പരമാവധി ഇപ്പൊ തന്നെ അത് നമ്മൾ ബൈ ഹാർട്ട് ആക്കി അത്യാവശ്യം തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല, പെട്ടെന്ന് റിവിഷൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത് മോഡേൺ ഇന്ത്യ ആണ്. അപ്പോൾ മോഡേൺ ഇന്ത്യ കുറച്ചധികം പഠിക്കാനുണ്ട്. മോഡേൺ ഇന്ത്യ പരമാവധി ഈ ആൻഷ്യന്റ് മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ വെയിറ്റേജ് കൂടുതലാണ്. അപ്പോ പിന്നെ നമ്മൾ ഇനി ഇതിൽ പഠിക്കാനുള്ള ഭക്തി സൂഫി ഒക്കെ ഉണ്ട്. അപ്പോ ഒരു വട്ടം ഇനി ഭക്തി സൂഫി പഠിക്കുമ്പോൾ പറയാ, അതായത് ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. മോഡേൺ ആയാലും എന്തായാലും, അതായത് പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ ഓരോരുത്തർ, മനസ്സിലാവുന്നില്ലേ? ഓരോ പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ, ആ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം കുറച്ച് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇപ്പൊ ഗാന്ധിജി ആരായാലും, ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസോ അങ്ങനെ ആരെങ്കിലും അവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. കാരണം നമ്മൾ ഈ ഭക്തി സൂഫിയൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഭക്തി സെയിന്റിനെ കുറിച്ചിട്ടൊക്കെ മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. നമ്മള് ഭക്തിയൊക്കെ കുറച്ചും കൂടി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പുള്ളിനെ കുറിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദ്യം ഉണ്ടായിരുന്നത് ഒരു വട്ടം. അത് നമുക്ക് ഈ മീഡിയയിൽ കഴിയുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുവരെ മംഗോൾ ഇൻവേഷൻസിനെ കുറിച്ച് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളത് പെയ്ബോസ്, സിജാദ, പിന്നെ ചഹൽഗാനി, ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഓക്കെ. ഈ സ്ലൈഡ് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ ഇടാം. പിന്നെ അടുത്ത ഖൽജി ഡൈനാസ്റ്റി, ഖിൽജിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഖിൽജി അല്ലെങ്കിൽ ഖൽജി, ഡൽഹി സുൽത്താന് ശേഷം വരുന്നത്. ആദ്യം ഖിൽജി ഡൈനാസ്റ്റി തുടങ്ങിയ ജലാലുദ്ദീൻ ഖിൽജി ആണ്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി, പിന്നെ കുത്തുബുദ്ദീൻ മുബാറക് ഷാ എന്ന് പറഞ്ഞ ആള്, പിന്നെ നസറുദ്ദീൻ ഖുസ്രു ഷാ എന്ന് പറഞ്ഞ, ഇങ്ങനെയാണ് ഖിൽജി ഡൈനാസ്റ്റി ആൾക്കാരുടെ പേര്. ഒരു മിനിറ്റ്, ഒരു ബ്രേക്ക് എടുക്കാൻ സമയമില്ലല്ലോ. ഒരു മിനിറ്റ്. ഹലോ.
ഹലോ. സർ. ഓക്കെ. അപ്പോ നമുക്കടുത്ത ഖിൽജി ഡൈനാസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഖിൽജി ഡൈനാസ്റ്റിയിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ ടീംസിനെ കുറിച്ചിട്ടൊക്കെ അറിയാം. ഓക്കെ. അതായത് ഇവർക്ക് ശേഷമാണ് അത് ആർക്ക് നമ്മുടെ സേവ് ഡൈനാസ്റ്റിക്ക് ശേഷം ഖിൽജി ഡൈനാസ്റ്റിയാണ് വരുന്നതെന്ന് അറിയാം. അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാം. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോ പഠിക്കാതിരിക്കരുത്. ആദ്യം തന്നെ ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഈ ഖൽജി ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആള്. ആള് വളരെ പ്രായമായ സമയത്താണ് ഈ പവറിൽ കയറിയത്. പുള്ളിയുടെ സമയത്താണ് ഇന്ത്യയിൽ ഈ ഖിൽജി ഡൈനാസ്റ്റി അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു എന്നറിയാം. നോർത്ത് വെസ്റ്റേൺ സൈഡൊക്കെ പുള്ളി ആ സമയത്ത് ഗാർഡ് ചെയ്തിരുന്നത്. അതായത് മൊങ്കോൾ ഇൻവേഷൻസ് ആ സമയത്ത് ഭീഷണി ഉണ്ടായിരുന്നു. മൊങ്കോൾസ് പറന്ന് നടക്കുന്ന ടൈമായിരുന്നു ആ സമയത്ത്. അവരെല്ലാ ഡയറക്ഷനിലും ഇവരുടെ ആർമീസ് ഒക്കെ വന്ന് ഇൻവേഡ് ചെയ്യുന്ന സമയമായിരുന്നു. ഇൽത്തുമിഷിന്റെ സമയത്താണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് വന്നത് ഇൽത്തുമിഷിന്റെ സമയത്താണ് നമ്മൾ പഠിച്ചിരുന്നു. അത് ഓർമ്മയില്ല എല്ലാവർക്കും? അത് അത് ഓർമ്മയുണ്ട് എല്ലാവർക്കും. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ സമയത്ത് എന്ന് വെച്ചാൽ പണിഷ്മെന്റ്സ് ഒക്കെ പുള്ളി പരമാവധി അവോയ്ഡ് ചെയ്തിരുന്നു. അതായത് എല്ലാവരെയും സപ്പോർട്ടോട് കൂടിയിട്ടുള്ള റൂളിംഗ് ആയിരുന്നു പുള്ളിയുടെ. അതറിഞ്ഞാൽ പുള്ളി ബാക്കിയുള്ളവരെക്കാളും ഒരു പ്രായമില്ലേ, അപ്പൊ ഇത്തിരി സോഫ്റ്റ് ആയിരിക്കുള്ളൂ എന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ റൂളിംഗിലൊക്കെ അത്യാവശ്യം ഇതാണെന്നറിയാം. പിന്നെ മംഗോൾസിനായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനിൽ വരാനായിട്ട് പണ്ടേ ഈ രാജാക്കന്മാർ പരിപാടിയായിരുന്നല്ല മാട്രിമോണിയൽ അലയൻസ്. അപ്പൊ അവരായിട്ട് ഒന്ന് ടൈപ്പ് ആവാനായിട്ട് മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു മംഗോൾസിനായിട്ട്. പിന്നെ അതിനുശേഷം ദേവഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് അറിയോ? അത് നമ്മുടെ മഹാരാഷ്ട്ര ഏരിയയൊക്കെയാണെന്ന് തോന്നുന്നു ദേവഗിരി. പിന്നെ ജലാലുദ്ദീനെ കൊല്ലുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതിനുശേഷം ഖൽജി ഡൈനാസ്റ്റി വരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ജലാലുദ്ദീൻ എങ്ങനെയായിരുന്നു? പാവമായിരുന്നു. പക്ഷെ അലാവുദ്ദീൻ എങ്ങനെയാണ്? ആളെക്കാളും കുറച്ച് ഇതാണ്. പുള്ളിയുടെ ഈ പോളിസീസ് ഒക്കെ പുള്ളി മാറ്റി. അതായത് ഫുള്ള് കുറച്ചും കൂടി ഹാർഷാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ നോബിൾസിന്റെ പവറൊക്കെ പുള്ളി പയ്യെ എടുത്തു മാറ്റാൻ തുടങ്ങി. പിന്നെ മദ്യപാനം ബാൻ ചെയ്തു എന്നുള്ള കാര്യം പറയാ. പിന്നെ മൊങ്കോൾസിന്റെ ആ സമയത്ത് നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ആ സമയത്തും മംഗോൾസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നോർത്ത് വെസ്റ്റേൺ സൈഡ് ഗാർഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അതായത് ആ സമയത്ത് വാർഡൻ നോർത്ത് വെസ്റ്റേൺ സൈഡ് ഗാസി മാലിക്. ഓർമ്മ വേണം കേട്ടോ, ഗാസി മാലിക്. ഓക്കെ. ഹലോ. ഓക്കെ. ഗാസി മാലിക് നോർത്ത് വെസ്റ്റേൺ സൈഡ് ഗാർഡ് ചെയ്യുന്ന ആളാണ്. ആളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഡൽഹി വരെ വന്നു, പക്ഷെ ഡൽഹിയിലേക്ക് കയറിയിട്ടില്ല കേട്ടോ ഈ സമയത്ത്. തേർഡ് ടൈം മംഗോൾ ഇൻവേഷൻ വന്നിരുന്നു, പക്ഷെ ഡൽഹിയിലേക്ക് കയറിയിട്ടില്ല. അതറിയണം, ഡൽഹി ഇൻവേഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ, ഡൽഹി എപ്പോഴും സേഫ് ആണ്. ഓർമ്മ വേണോ? അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ചിലപ്പോൾ ചോദിക്കും, അതായത് അലാവുദ്ദീൻ ഖിൽജിന്റെ സമയത്ത് ഡൽഹി ഇൻവേഡ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോ മംഗോള് ആ സമയത്ത് മംഗോൾ ഇൻവേഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഡൽഹി വരെ ഉണ്ടായിരുന്നു എന്നൊന്നും അടിച്ചുവിടാൻ പാടില്ല. അലാവുദ്ദീൻ ഖിൽജിയുടെ ആണെങ്കിലും ആ സമയത്താണെങ്കിലും പഞ്ചാബ് വരെ ഇൻവേഡ് ചെയ്തിട്ടുള്ളൂ എന്ന് കേസ് അറിയണം. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീനേക്കാൾ ഓപ്പോസിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയാം. ഓക്കെ അല്ലേ ഇതൊക്കെ? പുള്ളി ഗുജറാത്ത് അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം അറിയാം. കാരണം ഗുജറാത്തില് ഇവരുടെ മെയിൻ എന്തായിരുന്നു? അതായത് ഇവര് ടെമ്പിൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാ? ഇവർ അവിടുത്തെ വെൽത്ത് ഒക്കെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന വെൽത്ത് ലൂട്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഗുജറാത്തിൽ പിന്നെ എന്തിനാ? അവിടെ സീ പോർട്ട് ഉണ്ടായിരുന്നു. പോർട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഗുജറാത്ത് അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം അറിയാം. പിന്നെ അടുത്ത ബാക്കിയുള്ള രജപുത്തില്ലേ, നമ്മൾ ബാക്കിയുള്ള പഠിച്ചിട്ടുള്ള ടീംസുകളൊക്കെ ഓർമ്മയില്ലേ? അവരൊക്കെ ആയിട്ട് ഇയാള് യുദ്ധം ഉണ്ടായിരുന്നു അറിയാം. അപ്പൊ ഈ ജൗഹർ സെൽഫ് ഇമോളേഷൻ കേൾക്കുന്നുണ്ടോ പറയുന്നത്? വുമൺ കമ്മിറ്റഡ് ജൗഹർ എന്ന് പറഞ്ഞ കാണുന്നില്ലേ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്? കാണുന്നില്ലേ? വുമൺ കമ്മിറ്റഡ് ജൗഹർ. ജൗഹർ എന്താണ്? ജൗഹർ എന്താണെന്ന് അറിയാം. സെൽഫ് ഇമോളേഷൻ ആണ്. അതായത് മറ്റേ ഒരു പടം ഉണ്ടായിരുന്നില്ലേ ഈ സമയത്ത്, റാണി പത്മിനി അല്ല, പത്മാവ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ഒരു ഹിന്ദി ഷാഹിദ് കപൂർ, ദീപിക പടുക്കോണൊക്കെ. പിന്നെ
ആ സിനിമയില് അത് ചിറ്റൂർ ഫോർട്ട് അത് അത് ഇതാണ് ഈ പത്മാവത് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. പത്മിനി എപ്പിസോഡ് വാസ് ഓൾറെഡി മെൻഷൻ ഇൻ ദ ബുക്ക് പത്മാവത്. അപ്പോ പത്മാവത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി പത്മിനിയും ആ സമയത്ത് രജിപുട്ട് വുമൺസ് ഒക്കെ ജൗഹർ, അതായത് സെൽഫ് ഇമോളേഷൻ, ഓക്കെ, തീയിൽ ചാടിച്ചാവുന്ന പരിപാടിയാണ് അത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് പറയുന്നത്? അപ്പൊ അത് എഴുതിയത് വേണ്ട, ഞാൻ അതൊന്നും പിന്നണ്ട, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നെങ്കിൽ. ആരിപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കാരണമാണോ? ആ ഓക്കെ. അപ്പൊ ചിറ്റൂര്, പത്മാവത്, റാണി പത്മിനി, പത്മാവത് എന്ന് പറഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി ആണ് മറ്റേ പുള്ളി. ആരാണ് പുള്ളിയുടെ പേര്? രൺവീർ സിംഗ്. ആര്? മൂവിയുടെ കാര്യല്ലേ പറഞ്ഞ? മൂവിയുടെ രൺവീർ സിംഗ്. അത് അപ്പോ ദീപിക പടുക്കോണ എന്നതിൽ പത്മാവത്, ഷാദ് കപൂർ പുള്ളിക്കാർക്കട ഇത് രാജാ രത്തൻ സിംഗ്, അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. സിനിമ കണ്ടിട്ടുണ്ടോ? ആരോട്? മാൽവ അറിയാലോ. മാൽവ എവിടെയാന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം? മാൽവ എവിടെയാന്നുള്ളത് ഓർമ്മയില്ലേ? നമ്മള് മകരയുടെ സമയത്തൊക്കെ ഒന്ന് പഠിച്ചിരുന്നില്ലേ? മാൽവയുടെ ഭാഗത്തൊക്കെ എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? പറ. മാൽവന്റെ അതെ. ബ്രേക്ക് എടുത്തോ? 11:55 ഇനി 12:05 തുടങ്ങാം.
എല്ലാരും വന്നോ? യെസ് സർ. വൈഷ്ണവൊക്കെ ഇല്ലേ ക്ലാസ്സിൽ? ആ സാർ എത്തി. ഓക്കെ. നമ്മള് ഗുജറാത്ത് എന്തിനാണ് അറ്റാക്ക് ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. പിന്നെ ജൗഹർ എന്താണെന്ന് നമ്മൾ അറിയണം. ജൗഹർ എന്താണെന്നറിയണം. സെൽഫ് ഇമോളേഷൻ ആണെന്ന് അറിയാം. ഓക്കെ. അടുത്തത് ചിറ്റൂര്. ഒരു മിനിറ്റ്. നമ്മള് ഇവിടം വരെ നോക്കി. ചിറ്റൂര് അല്ലെ, ചിറ്റൂർ ഫോർട്ട് ആ ഭാഗത്ത് നോക്കി. അതായത് റാണി പത്മിനി. പിന്നെ ആ പുസ്തകത്തിന് സീത ആ ബുക്കിനെ കുറിച്ച് നോക്കി. അതായത് പത്മാവത് എന്ന് പറഞ്ഞ ബുക്ക് മറക്കരുത്. അതിന് ആരുടെ വർക്കാണെന്ന് അറിയണം. ജയസി എന്ന് പറഞ്ഞ ആളെ വർക്കാണെന്ന് അറിയണം. പേരൊന്നും മറക്കരുതിട്ട് ഒരാളും. പിന്നെ റാണി പത്മിനി, രജ്പുത് വുമൻസും ജൗഹർ അതായത് സെൽഫ് ഇമോളേഷൻ ആണ്. അപ്പൊ ചിറ്റൂർ ഫോർട്ടിനേക്കാൾ മുമ്പ് രത്തംബോറിൽ ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വുമൻസ്. പിന്നെ അടുത്ത മാൽവയാണ്. മാൽവ എവിടെയാണെന്ന് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ അത് മുൽക്ക് എന്ന് പറഞ്ഞ ആളുടെ അണ്ടറിലാണെന്നുള്ള കാര്യം അറിയാം. പിന്നെന്താ സാർ ഈ റാണി പത്മിനി പറഞ്ഞോ. സാർ ഈ റാണി പത്മിനി പറയുന്ന ചിലപ്പോ ശരിക്കും അങ്ങനെ ഒരാളുടെ ഉണ്ടെന്നില്ലാന്ന് രണ്ട് ഇതുണ്ടല്ലോ അഭിപ്രായങ്ങൾ. അതന്നാ സിനിമ എടുക്കുന്ന സമയത്ത് തന്നെ കുറെ പ്രശ്നം ഉണ്ടായില്ലേ. സഞ്ജയ് ലീല ബൻസാലിയുടെ പടമല്ലേ. അപ്പൊ ശരിക്കും ഇതില് ഉണ്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഇതിലുണ്ടെന്നാണ് പഠിക്കേണ്ടത്. ഉണ്ടെന്നാണ് പറയുന്നത്. നീ അങ്ങനെ പഠിക്കൂലേ ഉണ്ടെന്നുള്ള രീതിയില് പഠിക്കൂലേ? ഓക്കെ സാർ, പഠിക്കണട്ടാ. ഇതില് നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് പത്മാവത് ഉണ്ടെന്ന ഇതറിയാ. ജൗഹർ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇമോളേഷൻ ആണെന്ന് അറിയാം. ആരാണ് പത്മാവത് എഴുതിയെന്ന് അറിയാം. പിന്നെ എവിടെയാണെന്നുള്ളത് അറിയാം. ഓക്കെ അല്ലേ? അതറിയാം. ഓക്കെ സാർ. ഓക്കെ. പിന്നെ ഈ ഡെക്കാൻ സൈഡിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളാണെങ്കിൽ ഡെക്കാൻ സൈഡിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അതിപ്പോ നമ്മൾ നോക്കില്ല. സുൽത്താനേറ്റ്സ് ഒക്കെ കഴിഞ്ഞ് അതിനെ കുറിച്ച് നോക്കുള്ളൂ. അപ്പൊ അതില് അവിടെ യാദവാസ്, കാക്കത്തിയാസ്, ഹൊയ്സാലാസ്, പാണ്ഡ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഡെക്കാൻ സൈഡിൽ കിങ്ഡംസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇപ്പൊ ഓർത്ത് വെക്കണം. ആ സമയത്ത് ഞാൻ ചോദിക്കും. അപ്പൊ ആ സമയത്ത് അറിയില്ല എന്ന് പറയരുത്. യാദവാസ് ഓഫ് ദേവഗിരി, പിന്നെ കാക്കത്തിയാസ് ഓഫ് വാരങ്കൽ, ഹൊയ്സാലാസ്. ഓക്കെ, അത് അറിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത്. മാലിക് കഫൂർ എന്ന് പറഞ്ഞ ആളെ അറിയില്ലേ? മാലിക് കഫൂർ, അലാവുദ്ദീൻ ഖിൽജിയുടെ ആ സിനിമയിൽ കണ്ടില്ലേ ഒരു പുള്ളി കൂടെ നടക്കുന്നത്? സേനാപതി. അതന്നെ. മാലിക് കഫൂർ ആളുടെ കാര്യം മറക്കരുത്. അതെ. ഹലോ. ഒരു മിനിറ്റ്. അതെ, ഇവിടെ ഒരു വീട്ടില് ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
സോറി കേട്ടോ, സോറി. ചേട്ടൻ ക്വാറന്റൈനിലാണ്. അപ്പോ ഇപ്പോ സൗത്ത് ഇന്ത്യയിലെ അതായത് ഡെക്കൻ സൈഡിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, യാദവാസ്, കാക്കത്തിയാസ്, ഹൊയ്സാലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാണ്ഡ്യാസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഓർമ്മയാണ് കേട്ടോ. അടുത്ത നമ്മൾ ഇനി അവരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? പിന്നെ അടുത്തത് അമീർ ഖുസ്രു എന്ന് പറഞ്ഞ ആളും മിർ ഹസൻ ഡെൽവി എന്ന് പറഞ്ഞ രണ്ട് പേര് നിങ്ങൾ ഓർക്കണം. അത് കോഡ് പോയിറ്റ്സ് ആണ്, ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് അലായ് ദർവാസ, ഔസ് ഖാസ് എന്ന് പറഞ്ഞ രണ്ട് ഗേറ്റ് വേസ് പുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ഫസ്റ്റ് റൂളർ, സുൽത്താനേറ്റ്സിൽ ഫസ്റ്റ് റൂളറാണ്, ലാൻഡ് റവന്യൂ ക്യാഷിൽ വാങ്ങുന്ന ഫസ്റ്റ് റൂളറാണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് റൂളർ ടു ഫിക്സ് ലാൻഡ് റവന്യൂ ഇൻ ക്യാഷ്. ഓക്കെ, മറക്കരുത്, അത് ഓർമ്മ വേണം. പിന്നെ രണ്ട് പോയിറ്റ്സിന്റെ പേര് ഓർമ്മ വേണം. പിന്നെ അലായ് ദർവാസ, ഹൗസ് ഖാസ് എന്ന് പറഞ്ഞ രണ്ട് ഗേറ്റ് വേസിന്റെ പേര് ഓർമ്മ വേണം. ഇതുവരെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പിന്നെ പറയണേ. പിന്നെ അടുത്തത് കുത്തബുദ്ദീൻ മുബാറക് ഷാ എന്ന് പറഞ്ഞ ആളാണ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ അലാവുദ്ദീന്റെ മരണത്തിന് ശേഷം പുള്ളിയാണ് വരുന്നത്. ആ സമയത്ത് മാലിക് കഫൂർ കുറച്ച് നാള് അതായത് ആ സമയത്ത് ഭരണം നോക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം കുത്തബുദ്ദീൻ മുബാറക് ഷാനെ ഏൽപ്പിക്കും. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ ആളുടെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, ഹാർഷ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇതൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അതായത് അച്ഛന്റെ അത്രയ്ക്കും സെറ്റപ്പ് അല്ല മോൻ. പിന്നെ അതിന് ശേഷമാണ് നസറുദ്ദീൻ ഖുസ്രു ഷാ എന്ന് പറഞ്ഞ ആള് വരുന്നത്. ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് പഠിക്കാനില്ല, കൂടുതൽ അറിയാനായിട്ടൊന്നുമില്ല ഇതിനെ കുറിച്ച്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻസിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കുന്നത്. അതായത് മിലിറ്ററി റിഫോംസ് ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് 4 സെപ്പറേറ്റ് മാർക്ക് റിഫോംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി റിഫോംസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അത്യാവശ്യം പെർമനന്റ് ആയിട്ട് ഉള്ള ഒരു മിലിറ്ററി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ലാൻഡ് റവന്യൂ ക്യാഷ് ആയിട്ട് വാങ്ങി എന്ന് പറയുന്നില്ലേ, അത് ഇവർക്ക് പേ ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ ചെഹര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, അതായത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് സോൾജിയർ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നിങ്ങൾ അതിന്റെ മീനിങ് നിങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കണം, അത് മസ്റ്റ് ആണ്. ബാക്കി നിങ്ങൾ ഇതിന്റെ കഥയൊക്കെ പിന്നെ വിട്ടുപോയാൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കണം. അപ്പൊ ഇടക്കിടക്ക് ഇത് എടുത്തൊക്കെ നോക്കണം. നമ്മള് ചഹൽഗാനി എന്തായിരുന്നു? 40 നോബിൾസ് അതല്ലേ? അതെ. പിന്നെ ചൗഹാൻ എന്തായിരുന്നു? സർ കുതിരപ്പട്ടാളത്തിന് അല്ല അത്. അതന്നെ. അതൊക്കെ ഓർമ്മ വേണം. പിന്നെ ചഹൽഗാനി, ചൗഹർ. പിന്നെ ജൗഹർ എന്തായിരുന്നു? സെൽഫ് ആയിട്ട് ഇമോളേഷൻ, സെൽഫ് ഇമോളേഷൻ. ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ മാർക്കറ്റ് റിഫോംസ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 സെപ്പറേറ്റ് മാർക്കറ്റ് റിഫോംസ് ആണെന്ന് അറിയാം. ഈ ലാർജ് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് പുള്ളിയാണല്ലോ കൂടുതൽ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്ത് സീപോർട്ട് പിടിച്ചെടുക്കാൻ, രത്തംബോർ, ചിറ്റൂർ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പുള്ളി പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ലാർജ് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു കാര്യം നടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോഴായാലും ശ്രദ്ധിച്ചാൽ മതി, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട്, അതായത് കുറച്ച് നമ്മുടെ പയ്യെ ഇനി കുറച്ച് ഒരു 2-4 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു കാര്യം നടക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പുള്ള അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഈ സൈമൺ കമ്മീഷന്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കൊരു ക്രോണോളജിക്കൽ ഓർഡർ കിട്ടും, അതായത് ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ കുറച്ചും കൂടി എളുപ്പമാവും പഠിക്കാൻ. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ അതിലും പഠിക്കണേ. പിന്നെ 4 സെപ്പറേറ്റ് മാർക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗ്രെയിൻ മാർക്കറ്റ്, ക്ലോത്ത്സ് ആൻഡ് ഗ്രോസറീസ്, പിന്നെ മാർക്കറ്റ് ഫോർ ഹോഴ്സ്, സ്ലേവ്സ്. ആ സമയത്ത് സ്ലേവ്സ് ഉണ്ടായിരുന്നുള്ള കാര്യം ആലോചിക്കണം. സ്ലേവ്സ് വേറെ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഗുപ്തയിലാണോ, ഹർഷയിലാണോ, മൗര്യയിലാണോ? എവിടെ സ്ലേവ്സ് ഉണ്ടായിട്ടുള്ളത്? സ്ലേവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ആരുമില്ല. എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞോ എവിടെയാന്നുള്ളത്. നിങ്ങളല്ലേ മൗര്യയിലില്ലാന്ന് ഉറപ്പുണ്ട്. അവിടെ മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ട് എന്തായാലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഉണ്ടായിരുന്നെങ്കിൽ പോലും. പക്ഷെ ഗുപ്തയിൽ ഉണ്ടോ എന്നൊരു സംശയം. ഈ ഹർഷയുടെ സമയത്ത് ഉണ്ടായിരുന്ന ട്രാവലറിന്റെ പേരെന്താ? അടിയാണല്ലോ ഒരാളും പഠിക്കാം. ദിവിൻ ലാൽ, അഗെയിൻ. അതെ,
ആ. ഈ വിക്രംശില യൂണിവേഴ്സിറ്റി എപ്പോഴാണ് ഉണ്ടായിരുന്നത്? വിക്രംശില മോണാസ്ട്രി ഒക്കെ സാർ പാല ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ട് വജ്രയാന ബുദ്ധിസത്തിന്റെ. ഭദ്രാന ബുദ്ധിസ്റ്റ് സമയത്ത് ഒരു ഗുരുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ബുദ്ധിസ്റ്റിന്റെ ആളുടെ പേരെന്താ? ദിബങ്കരാധീസ. ദീപങ്കരതീസ സാർ പേര് വായി നിൽക്കുന്നില്ല. ആ ഓക്കെ. പിന്നെ ആരാ ഗൗരി പറഞ്ഞേ, ഈ മഹായാന ബുദ്ധിസത്തിന്റെ 2 സബ്സെക്ഷൻസ് ഏതായിരുന്നു? ഏ നമ്മുടെ ഐശ്വര്യ പറഞ്ഞേ, മഹായാന ബുദ്ധിസത്തിന്റെ. ഋത്വിക്കില്ലേ? ഋത്വിക്ക് പെട്ടെന്ന് പറ. ഋത്വിക്കില്ലേ? ഋത്വിക്. മഹായാന ബുദ്ധിസത്തിന്റെ 2 സബ്സെക്ഷൻസ് ഏതായിരുന്നു പറഞ്ഞത്? മധ്യമ യോഗാചാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് മധ്യമിക യോഗാചാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? അതെ. ഓക്കേടാ, മ്യൂട്ട് ചെയ്തോ. നിങ്ങള് ബുദ്ധിസം ജൈനിസം മസ്റ്റ് ആയിട്ട് പഠിക്കണേ. പിന്നെ ഈ വജ്രയാന ബുദ്ധിസവും പിന്നെ മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം, ഇവര് 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞാണ്. നിങ്ങൾ എന്തായാലും ഈ സബ്സെക്ഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലെങ്കിൽ ചുമ്മാ നമ്മളിങ്ങനെ ഫാക്ട്സ് ഉണ്ട് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുക. അപ്പൊ എന്തായാലും ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അടുത്തത് എന്തായിരുന്നു? മാർക്കറ്റ്, 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് പറഞ്ഞു. ഷൈന ആയി മണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. അതായത് ഈച്ച് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരാളാണ്. പിന്നെ സ്പൈസ് ഉണ്ടായിരുന്നു. സ്പൈസിനെ പറയുന്ന പേരാണ് മുനിഹൻസ് എന്ന് പറഞ്ഞത്. പിന്നെ ബാരിറ്റ്സ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ഇന്റലിജന്റ് ഓഫീസർ. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ല എല്ലാവർക്കും? പറഞ്ഞേ. അപ്പൊ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനിൽ നമ്മള് ഫസ്റ്റ് സുൽത്താൻ ഓഫ് എന്നാണ്, ഓ എന്ന് മാത്രമേ ഇട്ടുള്ളൂ. അത് ഞാൻ മെഷർമെന്റ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആയിട്ട് ഈ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്ന, ക്യാഷ് കളക്ട് ചെയ്തത് പുള്ളി തന്നെയല്ലേ അല്ലേ? അലാവുദ്ദീൻ ഖിൽജി അല്ലേ? ബിസ്വ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരിക്കുക. അതായത് കഴിഞ്ഞ വട്ടം 2020 ചോദിച്ചൊരു ചോദ്യം ടൈപ്പ് ഓഫ് ലാൻഡ് മെഷർമെന്റിനെ കുറിച്ചിട്ട് എന്താ ചോദിച്ചത്? ഒരു വേർഡ് ഇട്ടിട്ട്, അതായത് മിഡീവൽ പീരീഡിൽ ഇങ്ങനെ ഒരു ടേം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ അത് ഒരു മെഷർമെന്റ് ഓഫ് ലാൻഡ് അങ്ങനെ എന്തോ ആയിരുന്നു. ആ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് അത് നോക്കാം. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ബിസ്വ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഇതായിരിക്കുള്ളൂ എന്ന്. അപ്പോ നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് കുത്തേണ്ട, അത് മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ മാർക്ക് പോകും. അപ്പൊ ശ്രദ്ധിക്കുക മിഡിവലിലൊക്കെ വരുമ്പോൾ. ഇതുവരെ ക്ലിയർ അല്ലേ? നമ്മള് ഖിൽജി ഡൈനാസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഇതിൽ കണ്ടില്ല ഇപ്പൊ യാദവ, കാക്കത്തിയ, ഹൊയ്സാല, പാണ്ഡ്യ എന്നൊക്കെ ഉള്ള നേരത്തെ പറഞ്ഞത്. ഈ മാപ്പിൽ കാണുന്നില്ല എല്ലാവർക്കും? ഡെക്കൻ സൈഡിലത്തെ. ഇത് നമുക്ക് അടുത്ത ഈ സുൽത്താനേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ്. അത് ഈ ഭാഗത്താണ് പറഞ്ഞതെന്ന് എല്ലാവരും അറിയാം ജസ്റ്റ്. പിന്നെ ജലാവുദ്ദീൻ, അലാവുദ്ദീൻ, അങ്ങനെ ഇവരെ കുറിച്ച് പഠിച്ചു. ജലാവുദ്ദീൻ പ്രായമായ ആളാണ്. പുള്ളി ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു. പുള്ളി അത്ര പ്രശ്നത്തിൽ ഉള്ള ആളായിരുന്നില്ല എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഇതില് എന്താ പറയണ്ടേ, കൺസെപ്റ്റ് ഓഫ് ന്യൂ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ഗുഡ് വിൽ ആൻഡ് സപ്പോർട്ട് ഓഫ് പീപ്പിൾ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നറിയാം. പിന്നെ മംഗോൾസിനായിട്ട് ഒന്ന് ടൈപ്പ് ആവാനായിട്ട് പുള്ളി മാട്രിമോണിയൽ അലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരായിട്ടുള്ളത്. മാട്രിമോണിയൽ അലയൻസ് നമ്മൾ വേറെ ആൾക്കാരുടെ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബോളൻ പാസ് എവിടെ പറഞ്ഞത്? കൈബർ പാസ് അല്ലാതെ ബോളൻ പാസ് ഏത് ഭാഗത്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അക്ഷയോ? സാർ അതും നോർത്ത് വെസ്റ്റേൺ പാർട്ടിലല്ലേ? നോർത്ത് വെസ്റ്റേൺ സൈഡിൽ തന്നെ. അത് കൈബർ പാസ് പോർഷൻ കൂടെ നീങ്ങിയിട്ടാണ്. അത് നോക്കണേ. ബാക്കി മറ്റേ നമ്മുടെ കുഷാന ഡൈനാസ്റ്റി പാകിസ്ഥാന്റെ ഏരിയയിലല്ലേ? കുറച്ചും ഇങ്ങോട്ട്
ഋത്വിക് എന്താടാ? ഋത്വിക്. സാർ അത് അറിയാണ്ടായിപ്പോ. ആ അപ്പൊ അടുത്ത ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ചിട്ട് അറിയാം. മംഗോൾ ഇൻവേഷൻ ഫസ്റ്റ് ഉണ്ടായത് എപ്പോഴാ? പറ, ഈ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇൽത്തുമിഷിന്റെ അടുത്തല്ല സാർ? ഇവര് എവിടം വരെ ഇൻവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു? പഞ്ചാബ് വരെ. ഓക്കെ. ഇത് മനസ്സിലായില്ലേ? ജലാലുദ്ദീൻ ഖിൽജി. പിന്നെ അടുത്ത അലാവുദ്ദീൻ, സെക്കൻഡ് റൂൾ ഓഫ് ഖൽജി ഡൈനാസ്റ്റി എന്നറിയാം. മറ്റേ ചഹൽഖാനി അറിയാലോ, ആ നോബിൾസിന്റെ പേര്. റസിയയുടെ കാര്യം അറിയാം. പിന്നെ ഗുജറാത്ത് അറ്റാക്ക് ചെയ്തിരുന്നു, അതിന്റെ റീസൺസ് നമ്മൾ എന്താണെന്ന് നോക്കി. ഓക്കെ. പിന്നെ റാണി പത്മിനി, പത്മാവത്, ചിറ്റൂർ ഫോർട്ട്, ജൗഹർ, സെൽഫ് ഇമോളേഷൻ മറക്കരുത്. പിന്നെ മാലിക് കഫൂർ ആരാണെന്ന് അറിയാം. പിന്നെ പുള്ളി ഡെക്കാൻ സൈഡിലേക്കും കോൺകർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യം അറിയാം. സദേൺ സൈഡിലുള്ള എക്സ്പാൻഷൻ നടന്ന മാലിക് കഫൂറിന്റെ അണ്ടറിലായിരുന്നുള്ള കാര്യം മാലിക് കഫൂറിന്റെ അണ്ടറിലായിരുന്നുള്ള കാര്യം അറിയാം. ബാക്കിയുള്ള 2 റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അവരത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ഉള്ള അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. 4 ടൈപ്പ് സെപ്പറേറ്റ് മാർക്കറ്റ് റിഫോംസ് ഉണ്ടായിരുന്നു. പിന്നെ കോയിൻ സ്പൈസിന്, ഈ സീക്രട്ട് സ്പൈസിന് എന്ത് പേരാ പറയാ? ഇക്താസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്താസ്. ഇക്താസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്താസ്. ഇനി അടുത്ത ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. ബിസ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത തുഗ്ലക് ഡൈനാസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. തുഗ്ലക്, അപ്പോൾ ഇതിൽ കാക്കത്തിയ, സ്വാരംഗൽ അതൊക്കെ കണ്ടില്ലേ? ബംഗാൾ സൈഡ്, പിന്നെ ഗുജറാത്ത് സൈഡ്, ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. ഈ ഡൽഹി സുൽത്താനേറ്റ് തുഗ്ലക്. തുഗ്ലക് ഡൈനാസ്റ്റി, പിന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഇവര് 4 പേരാണ് ഈ തുഗ്ലക് ഡൈനാസ്റ്റിയിലുള്ളത്. ഇന്ന് നമ്മൾ തുഗ്ലക് വരെ എടുക്കുന്നുള്ളൂ. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചാണ്. പുള്ളി തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നറിയാം. പിന്നെ ഇറിഗേഷൻ വർക്ക്, ഫസ്റ്റ് സുൽത്താൻ ടു സ്റ്റാർട്ട് ഇറിഗേഷൻ വർക്ക്സ്, അത് ഓർമ്മ വേണം. പിന്നെ തുഗ്ലക് ബാദ് ഡൽഹിയിൽ ബിൽഡ് ചെയ്ത പുള്ളിയാണെന്ന് അറിയാം. പുള്ളി ഗാസി മാലിക് ഞാൻ വേറെ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് എവിടെയായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ. പറ. ആ നോർത്ത് വെസ്റ്റേൺ സൈഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മംഗോൾ ഇൻവേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാസി മാലിക് എന്ന് പറഞ്ഞിട്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് കണ്ടില്ലേ? അവസാനത്തെ 3 പോയിന്റിൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ വാസ് ഫോർട്ടിഫൈഡ് ആൻഡ് ഗാസി മാലിക് വാസ് അപ്പോയിന്റഡ് ആസ് ദ വാർഡൻ. ഓക്കെ, അത് കണ്ടില്ല എല്ലാവരും? ഗാസി മാലിക്. ഓക്കെ, ഗാസി മാലിക് എന്ന് പുള്ളിനെ അറിയപ്പെടുന്നുള്ള കാര്യം ആലോചിക്കുക, ഓർത്ത് വയ്ക്കുക. പിന്നെ പുള്ളിയും നോബിൾസിൽ ഒരാൾ തന്നെയായിരുന്നു ഈ തുഗ്ലക് എന്ന് പറഞ്ഞ ആള്. അപ്പോ നമ്മള് ഇപ്പൊ തുഗ്ലക് ഡൈനാസ്റ്റി, ഗാസി മാലിക് എന്ന് പുള്ളിനെ വേറൊരു പേര് ഗാസി മാലിക് ആണ്. ഉത്കല, ബംഗാളൊക്കെ പുള്ളിയുടെ കൺട്രോളിലായിരുന്നു. നമ്മൾ നേരത്തെ മാപ്പ് കണ്ടു. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. പിന്നെ അടുത്തത് പുള്ളിനെ ശേഷം വന്ന പുള്ളി ഒരു വുഡൻ സ്ട്രക്ചറിൽ നിന്ന് വീണിട്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നത്. പുള്ളിയുടെ മോനാണ് കൊന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബംഗാൾ സൈഡും. പിന്നെ അതേപോലെ കുറച്ച് സദേൺ സൈഡിലേക്കൊക്കെ ഇവര് വന്നിട്ടുണ്ട്. വാരങ്കല്, ഉത്കല കണ്ടില്ലേ? മാപ്പ് കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? പിന്നെ അടുത്ത മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഹീസ് കൺസിഡേർഡ് ആസ് ആൻ ഇൽ ഫേറ്റഡ് എന്നാണ്, ILL ആണ്. അത് ടൈപ്പ് ചെയ്തപ്പോൾ എറർ സംഭവിച്ചു, സോറി.
അൽഫൈറ്റ് ഐഡിയാസ് ആണ്. പുള്ളി റിലീജിയസ് മാറ്റേഴ്സിലൊക്കെ വളരെ ടോളറന്റ് ആയിരുന്നു. അതേപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ചൈന, ഈജിപ്റ്റ്, ഇറാൻ എന്ന് പറഞ്ഞതിനൊക്കെ ആയിട്ടൊക്കെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് മാത്രം അത്യാവശ്യം എന്താ പറയാ മറ്റേ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ലിറ്റററി, റിലീജിയസ്, ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ പുള്ളിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിക്ക് അറബിക്, പേർഷ്യൻ ലാംഗ്വേജസ് ഒക്കെ അറിയാം. അത്യാവശ്യം ബോധമുള്ള മനുഷ്യനായിരുന്നു. ബാക്കി ഗുഡ് കാലിഗ്രാഫർ ആയിരുന്നു. ഫിലോസഫി, ആസ്ട്രോണമി, ലോജിക്, അതിനെക്കുറിച്ച് ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. ഈ പോയിന്റ് ഒക്കെ ടോളറന്റ് ആയിരുന്നു. റിലീജിയസ് മാറ്ററിയിലുള്ള കാര്യം അറിയാം. പിന്നീട് പുള്ളിയുടെ എക്സ്പെരിമെന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടില്ലേ? പുള്ളിയുടെ കുറച്ച് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ, തുഗ്ലക്കിന്റെ പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? യെസ് സർ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പുള്ളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക്, അതായത് ദൗലത്താബാദ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര റീജിയനിലാണ്. ഗോദാവരി റിവറിന്റെ ഒക്കെ ഗോദാവരി റിവറും കൃഷ്ണ റിവറിന്റെ ഒക്കെ നിങ്ങള് ജോഗ്രഫി തുടങ്ങിയോ ക്ലാസ്? സർ കുറച്ച് ക്ലാസ് കിട്ടിയായിരുന്നു. റിവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചോ? ഇല്ല സർ, വേൾഡ് ജോഗ്രഫിയെ പറ്റി ബേസിക് ഓക്കെ. അപ്പോ ഈ ഗോദാവരി, കൃഷ്ണ എന്ന കർണാടക, മഹാരാഷ്ട്ര റീജിയനിൽ അതിന്റെ ഇടയിലായിട്ടാണ് ഈ ദൗലത്താബാദ് എന്ന് പറഞ്ഞ റീജിയൻ വന്നത്. പുള്ളി എന്ത് ചെയ്യും, ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യും. അത് ഓർക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വിചാരിച്ച് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സദേൺ സൈഡ് ഒക്കെ ഇപ്പൊ പുള്ളിയുടെ കയ്യിലാണല്ലോ, നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട പോലെ. അപ്പൊ പുള്ളി വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അവിടെ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ദൗലത്താബാദിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പിടിക്കാണ്ട് പുള്ളിയുടെ കുറഞ്ഞ ഓബിൾസും ജേർണൽസ് ഒക്കെ അവിടെ തന്നെ മരിച്ചു വീഴുകയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ അതിനുശേഷം 2 കൊല്ലത്തിന് ശേഷം പുള്ളി പിന്നെയും ഡൽഹിയിലേക്ക് പോകും. അപ്പൊ ഈ സമയത്താണ് അതായത് ഡെക്കൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് പുള്ളിയുടെ വീക്ക്നെസ് ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവര് പയ്യെ ഡെക്കൻ സൈഡിൽ കിങ്ഡംസ് ഒക്കെ പയ്യെ പൊന്തി വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡെക്കാൻ സൈഡിൽ വരുന്നത്. അതാണ് നമ്മളെ യാദവാസ്, കാക്കത്യാസ്, ഹൊയ്സാലാസ്, അങ്ങനെ കുറച്ച് ബാമണി, വിജയനഗരം, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ. ഹംപി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കർണാടക ഭാഗത്തൊക്കെ ഉള്ള അപ്പൊ ആ ഭാഗത്തൊക്കെ അങ്ങനെ വരുന്നത്. അത് പിന്നീട് പഠിക്കും. ഇത് പിന്നെ അടുത്ത് ടോക്കൺ കറൻസി ആണ്. അത് ചൈനയില് പുള്ളി ചൈനയില് കുബ്ലായ് ഖാൻ എന്ന് പറഞ്ഞ ഒരാള് പേപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ തന്നെ പുള്ളി ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. ടോക്കൺ കറൻസി, കോപ്പർ കോയിൻസ് വെച്ചിട്ട് ടോക്കൺ കറൻസി പുള്ളി സ്റ്റാർട്ട് ചെയ്യും. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ കോയിൻസിന്റെ അതേ വാല്യൂ വെച്ചിട്ടുള്ള ഇത് തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ ആൾക്കാരത് കറപ്ഷൻ നടത്തും. അതായത് കുറെ സിൽവർ കോയിൻസ്, കുറെ ഈ കോപ്പർ കോയിൻസ് ഇറക്കിയിട്ട് അവസാനം പുള്ളിയുടെ ഖജനാവിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാവും. അതും പൊളിയും, ആ ഐഡിയയും പൊളിയും. പിന്നെ ടാക്സേഷൻ ഉണ്ടാവും. അതായത് ഡോബ്, നമ്മുടെ ഗംഗ ആ റീജിയനിലൊക്കെ, യമുന ഗംഗ ഡോബൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക്? പഠിച്ചത് നമ്മ എവിടെയാണുള്ളത്? നോർത്തേൺ സൈഡില് കനൌജ്, ഗാംഗറ്റിക് വാലി, റിസോഴ്സ് റിച്ച് ഏരിയ, ഓർമ്മയില്ലേ? നിങ്ങൾ പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോ നമ്മുടെ റിസോഴ്സ് റിച്ച് ഏരിയ, അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ, പണ്ടത്തെ അവസ്ഥ നിങ്ങൾ എന്തായിരിക്കും? അതായത് റിസോഴ്സ് റിച്ച് ഏരിയ ആയിരുന്നു പണ്ട്. നമ്മളെ ആൻഷ്യന്റ് ഇന്ത്യയിലും മിഡീവലും, അതായത് ഇപ്പൊ മോഡേൺ ഇന്ത്യയിലൊക്കെ ആയാലും നമ്മളിങ്ങനെ പഠിച്ച് കുറച്ചങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പല ഏരിയകളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി വരില്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറെ റിസോഴ്സ് റിച്ച് ഏരിയാസ്, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? റിസോഴ്സ് റിച്ച് ഏരിയാസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ കാണാം. അപ്പൊ ചില സ്ഥലങ്ങൾ, അതായത് മെയിൻ ആയിട്ടുള്ള കിങ്ഡംസ് അല്ലെങ്കിൽ എംപയേഴ്സ് ഒക്കെ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വ്യത്യാസം വരാനുള്ള കാരണം അതൊക്കെ നമ്മളിങ്ങനെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പയ്യെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോവുക. അതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന ഒരു പോയിന്റ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിൽ ഒരു പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് നമ്മുടെ സുപ്രീം കോടതിന്റെ ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? നമ്മുടെ യമുന ഗംഗ ലിവിങ് എൻഡിറ്റിയുടെ ഒരു പദവി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ആ സമയത്തെ കൾച്ചർ ഇപ്പോഴും നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, റിവേഴ്സിനൊക്കെ ഇപ്പോഴും വർഷിപ്പ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിനുള്ള എക്സാമ്പിൾ ആയിട്ട് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആൻസറിൽ ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ക്ലിയർ അല്ല? നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ?
അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ അഗ്രികൾച്ചർ റിഫോംസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ റിഫോംസ് നോക്കാം. ടാക്സേഷൻ ജോബ് എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആ സമയത്ത് ഉണ്ടായിരുന്ന പെസൻസിന്റെ കയ്യിൽ നിന്നൊക്കെ പുള്ളി കൂടുതൽ ടാക്സ് വാങ്ങി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തായി, അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഇപ്പൊ ഒരു സമയത്ത് കർഷകരുടെ അടുത്ത് നിന്ന് കൂടുതൽ ടാക്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾ മോഡേൺ ഇന്ത്യയിലൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ബ്രിട്ടീഷുകാര് കർഷകന്മാരെ കൂടുതൽ ലൂട്ട് ചെയ്യാൻ അവരെ കുറെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇപ്പൊ ഒരാളെ തന്നെ ഇപ്പോ നമ്മൾ ഒരാളെ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവസാനം അവന് ദേഷ്യം വന്നിട്ട് പൊട്ടിത്തെറിക്കില്ല. അതേപോലെ അല്ലേ റിവോൾട്ട് ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. അതായത് അവര് മിണ്ടാതെ ഒതുങ്ങി കൂടി ഒരു സ്ഥലത്ത് അവരുടെ കാര്യം ചെയ്ത് പോകുന്ന സമയമായിരിക്കും. ആ സമയത്ത് അവര് കൂടുതൽ ടാക്സ് ഒക്കെ ടാക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവിടെ റിവോൾട്ട് ഉണ്ടാവും. അങ്ങനെ അവിടെ എന്ത് ചെയ്ത് ഫാമേഴ്സിന്റെ റിവോൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ടാക്സേഷൻ ഡോബും യമുന ഗംഗ ഡോബിന്റെ അവിടെ ഉണ്ടായിരുന്നു പൊളിയും. പിന്നെ അടുത്ത പുള്ളിയുടെ അഗ്രികൾച്ചർ റിഫോംസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന പോലെ ഈ മോഡൽ ഫാംസ് ഒക്കെ, ഫാമിംഗ് സെറ്റപ്പ് ഒക്കെ ആ സ്റ്റേറ്റിന്റെ അണ്ടറിൽ ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ദിവാൻ ഐ കോഫി എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ള കാര്യം അറിയാം. ഈ വേർഡ് എന്താണെന്ന് അറിയാം. ഓക്കെ. അതേപോലെ സെപ്പറേറ്റ് ലോൺസ് കൾട്ടിവേറ്റേഴ്സ് ഫാമേഴ്സിന് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം അറിയണം. ഫിറോസ് തുഗ്ലക് എന്ന് പറഞ്ഞ ആള്, അതായത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക് കഴിഞ്ഞിട്ട് ഫിറോസ് തുഗ്ലക് ആണ്. അപ്പോ ഈ തുഗ്ലക് ഇത് ഫോളോ ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഈ റിഫോംസ്, അഗ്രികൾച്ചർ റിഫോംസും ഇതും പൊളിഞ്ഞു പുള്ളിയുടെ. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഓർമ്മയില്ലേ? അതായത് ഡൽഹി ടു ദേവഗിരി, ദൗലത്താബാദ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഗോദാവരി, കൃഷ്ണ, 2 റിവേഴ്സ്, അതിന്റെ ഇടയിലാണ് ഈ ദൗലത്താബാദ് ഉള്ളത്. മഹാരാഷ്ട്ര റീജിയൻ ആ ഭാഗത്താണ് ദൗലത്താബാദ് ഉള്ളത്. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് വന്ന എന്തിനായിരുന്നു? ഡെക്കാൻ സൈഡ് കൺട്രോൾ ചെയ്യാനായിട്ടായിരുന്നു പുള്ളി വന്നത്. ആ ഒരു കാര്യം അറിയാം. പിന്നീട് 2 വർഷത്തിന് ശേഷം പുള്ളി തിരിച്ചുപോയത് തന്നെ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ്. അതായത് പുള്ളിയുടെ നോബിൾസും ജനറലൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് ബാക്കി ഡെക്കാൻ സൈഡിൽ ഓരോ കിങ്ഡംസ് റൈസ് ചെയ്യുന്നുള്ള കാര്യം അറിയാം. ഓക്കെ. പിന്നെ അടുത്ത ടോക്കൺ കറൻസി ആണ്. ടോക്കൺ കറൻസി ആദ്യം ചൈനയില് കുബ്ലായ് ഖാൻ എന്ന് പറഞ്ഞ ഒരാള് പേപ്പർ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ മോഡൽ തന്നെ പുള്ളി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ പാളിപ്പോയി. ആ ഒരു കാര്യം അറിയാം. ഓക്കെ. ഇപ്പോ കോർണൽ 25 പേരുള്ളല്ലോ ക്ലാസ്സിലാ കൂടി. അപ്പോ ആ കാര്യം അറിയാം. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ വേറെ എന്തായിരുന്നു? ടാക്സേഷൻ. അപ്പോ ഓവറായിട്ട് ടാക്സ് ഈടാക്കുന്നതുകൊണ്ട് പെസൻസിന്റെ റിവോൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ടാക്സേഷൻ ഇൻ ഡോബും പൊളിഞ്ഞു. പിന്നെ അടുത്ത അഗ്രികൾച്ചർ റിഫോംസ് ആണ്. അഗ്രികൾച്ചർ റിഫോംസ് കാര്യം പറഞ്ഞു. അതായത് സ്റ്റേറ്റ് മോഡൽ ഒരു മോഡൽ ഫാമിംഗ് സെറ്റപ്പ്, ഒരു കൾട്ടിവേഷൻ, അവിടെ അഗ്രികൾച്ചർ സെറ്റിൽമെന്റ്സ് പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു. പക്ഷെ അതും കുറച്ച് പൊളിഞ്ഞു. പിന്നെ അടുത്ത് അതായത് പുള്ളി ലോണൊക്കെ കൊടുത്തു ഇവർക്ക്. അപ്പൊ ലോണൊക്കെ കൊടുക്കുമ്പോൾ ഖജനാവും കാലി. പിന്നെ അതുപോലെ ഫിറോസ് തുഗ്ലക് ഇത് ഫോളോ ചെയ്യുന്ന അറിയാം അഗ്രികൾച്ചർ റിഫോംസ്. അടുത്ത പുള്ളിനായിട്ട് ഉണ്ടായിരുന്ന യുദ്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് കുറച്ച് നോബിൾസ്, പുള്ളിയുടെ ഇടയിലുള്ള ആൾക്കാരായിട്ട് തന്നെ പുള്ളി അടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മുടെ വിജയനഗര പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? ബാമണി കിങ്ഡം, ആ സ്ഥലത്ത് നിന്നൊക്കെ ഇവർക്ക് റിവോൾട്ട് ഉണ്ടായിരുന്നു. കുറച്ച് നാളെ കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്ത് പുള്ളി അവസാനം വയ്യാണ്ടായി, പുള്ളി മരിച്ചു. അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അവസ്ഥ. പിന്നെ അടുത്ത ഫിറോസ്. ഇത്രയും എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയട്ടാ, ആരെങ്കിലും ഒന്ന് ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? സർ ഓക്കെ. അടുത്തത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. പുള്ളി ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറഞ്ഞ ആള്. അതാരാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്? ഫസ്റ്റത്തെ തുഗ്ലക്. തുഗ്ലക്കിന്റെ മകനാണ് പുള്ളി. സൺ ഓഫ് ദ യങ്ങർ ബ്രദർ ഗിയാസുദ്ദീന്റെ ഏറ്റവും വലിയ അനിയന്റെ മോനാണ്. പിന്നെ തെലുങ്കു ബ്രാഹ്മിൺ ഖാനായി ജഹാൻ മക്ബാൽ എന്ന് പറഞ്ഞ ആളാരാന്ന് ചിലപ്പോൾ ചോദിക്കുക. വാസിർ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിക്കുക. അത് പ്രൈം മിനിസ്റ്റർ ആണെന്ന് അറിയുക. പുള്ളിയുടെ ഉപദേശപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ പുള്ളിയുടെ സമയത്ത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കുറെ പേരൊക്കെ ഓവർകം ചെയ്തിട്ടാണ് പുള്ളി അവസാനം സുൽത്താനേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോ പുള്ളിയുടെ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുൽത്താനേറ്റ്സ് ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആവുന്ന സമയമായിരുന്നു. അതായത് നമ്മൾ ഓരോ സമയത്ത് ചില ആൾക്കാർ വരുമ്പോൾ നമ്മളിപ്പോ ആൻഷ്യന്റിലെ പഠിച്ചിട്ടുണ്ട്, ഓരോ സമയത്ത് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ ആ സമയത്ത് ഈ സമയത്തും ഇതേപോലെ ഫിറോസ് ഷാന്റെ തുഗ്ലക്കിന്റെ സമയത്തും ഡിസിന്റഗ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പുള്ളി ഓവർകം ചെയ്തിട്ട് പുള്ളി ആ ഈ ഡെക്കാൻ സൈഡിലേക്കൊക്കെ പോവാതെ ആ ഭാഗത്ത് തന്നെ സേഫ് ആയിട്ട് ഫുള്ളി ഇന്റഗ്രേഷൻ നടത്തി. പുള്ളിയുടെ ഡൽഹി ഭാഗം പുള്ളി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ രണ്ട് അൺസക്സസ്ഫുൾ ക്യാമ്പയിൻസ് ബംഗാളിൽ നടന്നിരുന്നു. പിന്നെ ജാജ് നഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒഡീഷയാണെന്ന് അറിയാം. ഉലേമാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഉലേമാസ് കാണുന്നില്ല. ഇത് ഉലേമാസ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ്. പുള്ളി ഇവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുക. അതായത് ഇവരെ അഡ്വൈസ് ഒക്കെ നോക്കിയിട്ടാണ് പുള്ളി അഡ്മിനിസ്ട്രേഷനിൽ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ജസിയ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ജസിയ, ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യണതില്ല, ഞാൻ ഇത്തിരി ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ജസിയ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മ വേണം. അതായത് നോൺ മുസ്ലിംസിന്റെ അടുത്ത് നിന്ന് ടാക്സ് വാങ്ങിയിരുന്നു. ആ ടാക്സിന് പറയുന്ന പേരാണ് ജസിയ എന്ന് പറഞ്ഞത്. ഹിന്ദുസിനെ ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ് ഇവർ കണ്ടിരുന്നത് എന്നുള്ള കാര്യം അറിയാം. ഇക്തദാരി സിസ്റ്റവും ഇക്ത സിസ്റ്റവും എന്താണ് നമ്മൾ നോക്കി. ഇക്തദാരി ആരാണ്, ഇക്തദാർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇക്ത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് സുൽത്താൻ ടു ഇമ്പോസ് ഷർബ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ടാക്സ് ആണ്. ഓക്കെ, റവന്യൂ ടാക്സ് ക്യാഷ് ഫസ്റ്റ് സുൽത്താൻ അതാരാന്ന് അറിയാലോ. പിന്നെ കനാൽസ് ബിൽഡ് ചെയ്തിരുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ മറ്റേ അഗ്രികൾച്ചർ ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് നടന്നിരുന്നുള്ള കാര്യം ആലോചിക്കാം. ഉലേമാസ് എന്താണെന്ന് അറിയണം, ഷർബ് എന്താണെന്ന് അറിയണം, ജസിയ എന്താണെന്ന് അറിയണം. ജസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ മുസ്ലിംസിന് എതിരായിട്ടുള്ള ടാക്സ് ആണ്. ജസിയ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു പുള്ളിയുടെ സമയത്തും വരുന്നുണ്ട്. ഒരാളുടെ സമയത്ത് ഇനി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേ ഇത് നിങ്ങൾ ഇപ്പൊ ഓർമ്മ കേട്ടോ. ഈ സമയം ഇത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ജസിയ എന്ന് പറഞ്ഞാല് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്തുള്ളതാണെന്ന് ഓർക്കണം. പുള്ളിയുടെ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേറൊരു പുള്ളിയുടെ സമയത്ത് വരുമ്പോൾ അത് എബോളിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ. ജസിയ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ഇക്തദാർ ജഗിദാർ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ കഴിഞ്ഞ വട്ടം 2019-18 ചോദിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇക്താസും ഇക്തദാരി സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇക്തദാരി എന്നൊക്കെ ഉള്ള നമ്മൾ നേരത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലേമാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഓക്കെ, ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് അറിയാലോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഖാനായി ജഹാൻ മക്ബാൽ എന്ന് പറഞ്ഞ ആളെ തെലുങ്കു ബ്രാഹ്മണാണെന്ന് അറിയണം. വാസിർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് അറിയണം. ഓക്കെ, പിന്നെ എന്താ റോയൽ ഫാക്ടറീസിന് പറയുന്ന പേരാണ് കർക്കാനാസ് എന്ന് പറഞ്ഞാല്. സ്ലേവ്സ് എന്നാണ് ടൈപ്പ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. തൗസൻഡ്സ് ഓഫ് സ്ലേവ്സ് ഉണ്ടായിരുന്നു. ദിവാനായി ഖൈറാത്ത് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാരിറ്റി ആണ്. നോബിൾസിന്റെ എല്ലാ പ്രാവശ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇൽത്തുമിഷ് മറ്റേ സ്ലേവ് ഡൈനാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഈ നോബിൾസിനായിട്ട് തന്നെയാണ്. ഈ പല നോബിൾസ് ആണ് പിന്നീട് സുൽത്താനേറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ സുൽത്താനേറ്റ്സിനായിട്ട് നോബിൾസ് അടി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ള നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. ഒരു മിനിറ്റ്. ഇനി അടുത്തത് നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. ഡൽഹിയിൽ സുൽത്താനേറ്റ് പുള്ളിയുടെ സമയത്താണ് കുറച്ചും കൂടി ഡിസെൻട്രേറ്റ് ആയി പോകുന്നത്. പിന്നെ മിനി പ്രോവിൻസിലേക്ക് മാൽവയും ഗുജറാത്തൊക്കെ ഇൻഡിപെൻഡന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതെങ്ങനെയാണ് ഡിസെൻട്രേറ്റ് ആവണമെന്നുള്ള കാര്യം എന്ന് പറയുന്നത് തിമൂർ ഇൻവേഷൻസ് ഉണ്ടായിരുന്നുള്ള അറിയാം. തിമൂർസ് ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ഒരു ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. പുള്ളി ഡൽഹി മൊത്തം അലങ്കോലാക്കി പോയി എന്നുള്ള കാര്യം അറിയാം. തിമൂർ ഇൻവേഷന് ശേഷമാണ് തുഗ്ലക് ഡൈനാസ്റ്റി ഡിസെൻട്രേറ്റ് ആവുന്നത്. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? തിമൂർ ഇൻവേഷൻ, ഓക്കെ. തുഗ്ലക് ഡൈനാസ്റ്റി, ഓക്കെ അല്ലേ? ഹലോ, നമ്മ ഇന്ന് ഇത്രേ നോക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് സയ്യിദും ലോധി ആണുള്ളത്. സയ്യിദ് ലോധി ഡൈനാസ്റ്റി. പിന്നെ അത് കഴിഞ്ഞാല് സുൽത്താനേറ്റിന്റെ അണ്ടറിലുള്ള, അതായത് ലോധിയുടെ അണ്ടറിലുള്ള അഡ്മിനിസ്ട്രേഷൻസ് നമുക്ക് കുറച്ച് നോക്കാനുണ്ട്.
പിന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതേപോലെ പേർഷ്യൻ ബില്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പോയോ ആരെങ്കിലും? തൈമൂറാണ്. തൈമൂർ എന്നും പറയും. പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് ആർച്ചസ്, ഡോംസ്, അങ്ങനെ കാര്യങ്ങൾ. ഇതിൽ നിന്ന് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ മ്യൂസിക്, ലിറ്ററേച്ചർ ഒക്കെ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. പിന്നെന്താ, അതുണ്ട് കുറച്ച്. പിന്നെ നമ്മൾക്ക് ഇനി കുറച്ച് ക്ലാസ്സും കൂടി ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെക്കാൻ സൈഡിൽ കുറച്ച് പ്രൊവിൻഷ്യൽ കിങ്ഡംസ് ഉണ്ടല്ലോ, ഈ വിജയനഗര, ബാമണി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഗൾസ് ആണ് നോക്കാനുള്ളത്. അപ്പൊ ഈ സുൽത്താനേറ്റ്സിന്റെ ഏകദേശമുള്ള ഭാഗം നമ്മൾ കഴിയും. ഇനി ഒരു ക്ലാസ്സും കൂടി കഴിയുമ്പോൾ തന്നെ ഈ ഡെക്കാൻ സൈഡിലുള്ള ആൾക്കാരുടെ കാര്യം കഴിയും. പിന്നെ അത് കഴിഞ്ഞാലാണ് നമുക്കുള്ളത് മുഗൾസ് ആണുള്ളത്. പിന്നെന്താ, ഇതാരാ മെസ്സേജ് അയക്കുന്നത്? ഇബ്ൻ ബത്തൂത്ത. അതെ, ഞാന് നിങ്ങളോട് പൊളിറ്റി നോട്ട്സ് ആക്കണ്ടെന്ന് പറഞ്ഞത്, നിങ്ങളോട് പൊളിറ്റി സാറ് നോട്ട്സ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഞാൻ പൊളിറ്റി നോട്ട്സ് ആക്കണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ. സാറ് നോട്ട്സ് ആക്കാൻ പറഞ്ഞിട്ട്. ഹലോ, എല്ലാരും ക്ലിയർ അല്ലേ? അതെ, സോറി ട്ടാ. അതെ, എന്താ സംഭവം കഴിഞ്ഞാല് സാറ് നോട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ടാക്കിക്കോട്ടോ, കുഴപ്പമില്ല. സാധാരണ ഞാൻ എന്റെ പ്രിപ്പറേഷനിലുള്ള ഇതല്ല ഞാൻ പറയുന്നത്. അതായത് ഞാൻ നോട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുക്കില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചാർട്ടർ ആക്ട് ഒക്കെ ഉണ്ടല്ലോ, അത് ഓരോ 20 കൊല്ലം കഴിയുമ്പോൾ ഓരോ ചാർട്ടർ ആക്ട് ഉണ്ടാവും. അതിനേക്കാളും മുമ്പ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ. അക്ഷയ് ടീച്ചർ, ഇബൻ ബട്ടൂറ്റയുടെ കേസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. പുള്ളിയുടെ കാര്യം, ട്രാവലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അക്ഷയ് ടീച്ചർ കേട്ടോ പറഞ്ഞത്? കേട്ടു. ഓക്കെ. അപ്പോ ഈ ഞാൻ പൊളിറ്റി നോട്ടാക്കണ്ടെന്ന് ഉദ്ദേശിച്ചത്, സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടാക്കി കുഴപ്പമില്ല. ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നിങ്ങൾ നോട്ടാക്കണം. കാരണം എന്താ പറഞ്ഞാല് എല്ലാ പ്രാവശ്യവും ഓരോ ചോദ്യം ആ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, മനസ്സിലായോ? അപ്പൊ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ നോട്ടാക്കി വെച്ചോ. ബാക്കി സാറ് പറയും എങ്ങനെയാന്നുള്ളത്. ഞാൻ സാറ് ഇങ്ങനെ നോട്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സോറി, ഞാനിങ്ങനെ നോട്ടൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോട്ടാക്കി വെച്ചത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോട്ടാക്കി വെച്ചിരുന്നു. പാർലമെന്റിന്റെ ആ ഒരു ഏരിയ വരുമല്ലോ, അപ്പൊ അത് നോട്ടാക്കി വെച്ചിരുന്നു. നോട്ടാക്കി വെച്ചോ, കുഴപ്പമില്ല. ഞാന് അത് റിവിഷൻ ടൈം കുറച്ച് ബൾക്കി ആവൂലേ? ബൾക്കി ആവൂലെന്നാണ്. അത് പൊളിറ്റി നിങ്ങൾക്ക് ആ സാർ എടുക്കുന്നോണ്ട് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് മോശമാവില്ലേ അത്? അതായത് നിങ്ങള് ആദ്യമേ പഠിക്കുമ്പോ ഇപ്പൊ നോട്ടാക്കി വെക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യം നിങ്ങൾക്ക് എന്താണ് ടേംസിനോടൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് NCERT വായിച്ചോ? ഈ പൊളിറ്റിയുടെ ഒരു +2 എന്തോ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ബേസിക് ഐഡിയാസ് ഒക്കെ വരും. പിന്നീട് എന്ന് വെച്ചാൽ എല്ലാത്തിനും നിങ്ങൾക്ക് കയറി അങ്ങനെ നോട്ട് ഉണ്ടാക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏരിയാസ് ആണ് കൂടുതലും UPSC ഡിമാൻഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഭാഗത്തൊക്കെ നിങ്ങൾ ചെയ്യണം, നോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ബൾക്ക് ആയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് മൊത്തം നമുക്ക് നോട്ടാക്കാൻ പറ്റുമോ? അത് അത്യാവശ്യം വലിയൊരു പുസ്തകമല്ലേ. അതായത് സാറ് പറയണ പോലെ ചെയ്യും. ഞാനിപ്പോ എന്റെ ഒരു ഇതിൽ വെച്ച് പറഞ്ഞത്. അതായത് പല ആൾക്കാർ ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ നോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നിർത്തി പോകുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതാണ്. അല്ലാത്ത പക്ഷം എന്തായാലും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നോക്ക്, അവസാനമാകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നോട്ടാക്കി വെക്കണം. പിന്നെ ബാക്കി സാറ് പറയുന്ന പോലെ ചെയ്യും. ഞാനിപ്പോ എന്റെ ഒരു ഇതിൽ പറഞ്ഞുള്ളൂ. നിങ്ങളത് കൺഫ്യൂഷൻ ഒന്നും ആവരുത് കേട്ടോ. കേട്ടോ പറയുന്നത്? അപ്പൊ നോട്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരും. പിന്നെ ഇനി കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അതിനോട് യൂസ്ഡ് ആവും ഭയങ്കരമായിട്ട്. നിങ്ങൾ കുറെ റിവിഷൻ ചെയ്യും പൊളിറ്റി.
ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പൊളിറ്റി ആയിരിക്കുള്ളൂ. നോക്കിക്കോ, പൊളിറ്റി ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്ന പൊളിറ്റി ആയിരിക്കുള്ളൂ. പൊളിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉണ്ട് പൊളിറ്റി. ഇപ്പൊ സാറ് നിങ്ങളുടെ ആക്സിനെ തൊട്ട് ഇങ്ങനെ പറയും, എന്തായാലും പുള്ളിക്ക് അറിയാം എന്തായാലും ഏതൊക്കെ നോട്ടാക്കണം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി. പാർലമെന്റിന്റെ ഭാഗമൊക്കെ എന്തായാലും നോട്ടാക്കേണ്ടി വരും, ചില ഭാഗങ്ങളൊക്കെ. അപ്പോ അത് നിങ്ങൾക്ക് ഇതേപോലെ ഇടയ്ക്ക് ബുക്കിംഗ് എടുത്ത് നോക്കേണ്ട ആവശ്യം വരില്ല. അതങ്ങനെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ കേട്ടോ. ഇനി അതായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യേണ്ട. സാറ് നോട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടാക്കിക്കോ, കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറഞ്ഞ. പിന്നെന്താ ഇനി പിന്നെ കുറച്ച് ട്രാവലേഴ്സിന്റെ പേരൊക്കെ ഉണ്ട്. ഈ മാർക്കോ പോളോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇബൻ ബട്ടൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ട്രാവലേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏത് സമയത്താണ് വന്നതെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ മറ്റേ അറബ് ട്രാവലേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചൈനീസ് ആൻഡ് അറബ് ട്രാവലേഴ്സ് ഒക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? ഹലോ. അപ്പോ ട്രാവലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് ഒരു ക്വസ്റ്റ്യൻ വന്നതല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മളെ ഈ ഭക്തി സൂഫി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഭക്തി സൂഫി ഒക്കെ നോക്കാം. അപ്പൊ പിന്നെ ആ ഫിലോസഫി ഇല്ലേ അന്ന് പറഞ്ഞ ബുദ്ധിസം ജൈനിസത്തിന്റെ കൂടെ കുറച്ച് ഫിലോസഫി ഒക്കെ ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഭക്തി സൂഫി ഒക്കെ നമ്മള് ഇതിന്റെ ഈ ഫിലോസഫിയുടെ കൂടെ നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് സർട്ടൻ പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ട്, അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ചിലപ്പോൾ ഇവരെ കുറിച്ച് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുതാൻ ഇത് വേണമല്ലോ മെയിൻസിന്. മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്? അതേപോലെ തന്നെയാണ് നമ്മുടെ മോഡേൺ ഇന്ത്യ വരുമ്പോഴും. മോഡേൺ ഇന്ത്യയുടെ സാറ് നിങ്ങൾക്ക് എന്തായാലും മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. മോഡേൺ ഇന്ത്യ ഇഷ്ടംപോലെ അത്യാവശ്യം കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഭാഗമാണ്. ആൻഷ്യനും മീഡിയയിലും പോലെ അല്ല, കുറച്ചും കൂടി അധികം പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അന്നാന്ന് എടുക്കുന്ന കാര്യം അന്നാന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അതേപോലെ അതിന് എങ്ങനെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നോട്ട് ഉണ്ടാക്കണം. പിന്നെ NCERT-യുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓരോ ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സമ്മറി എഴുതി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഇതും മടി മാറും. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോഴേ നമ്മൾക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ പോവുള്ളൂ നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഒന്നും എഴുതാതെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഓപ്ഷൻസ് ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ നോക്കണം. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ക്ലാസ്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എടുത്തത് എവിടെ വരെയാണ്? ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ജസ്റ്റ് ഇതാക്കിയിട്ട് പോവാം. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ? ഓക്കെ. പിന്നെ ഈ പൊളിറ്റിയുടെ കാര്യം നിങ്ങൾ മറന്നേക്കിട്ടെ, ഞാൻ പറഞ്ഞ കാര്യം. അതായത് സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. എനിക്ക് അറിയില്ലായിരുന്നു സാർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതെന്തായാലും എല്ലാവരും പഠിക്കണം. എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം വരാറുള്ളതാണ്. ചാർട്ടർ ആക്ട് അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ വരാറുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്തായാലും പഠിക്കണം. പിന്നെ മോഡേൺ ഇന്ത്യ വരുമല്ലോ. മോഡേൺ ഇന്ത്യ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്നും കൂടി ക്ലിയർ ആവും. അതായത് എങ്ങനെയാണ് അത് വന്നതെന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാനിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്ന, നിങ്ങൾ തമിഴ്നാട് NCERT വായിച്ചിട്ടുണ്ടോ? പറയ്. ഇല്ല സർ. അപ്പൊ ഓക്കെ, ഞാനിടാൻ പോകുന്നത് തമിഴ്നാട് NCERT ആണ് ഇടാൻ പോകുന്നത്. അപ്പൊ തമിഴ്നാട് NCERT എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻഷ്യന്റ് ഇന്ത്യ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിയും ആൻഷ്യന്റ് ഇന്ത്യ. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം നിങ്ങൾക്ക് തരാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വായിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തമിഴ്നാട് NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ കവർ ചെയ്യാത്ത കുറെ പോർഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് ഒന്ന്. പിന്നെ ഞാൻ ഇന്നത്തെ ഈ 2 സ്ലൈഡ് ഇടും. പിന്നെ ഈ എല്ലാത്തിന്റെ ഒരു PDF നോട്ട് എന്തായാലും ഹോൾ ഹിസ്റ്ററി ക്ലാസ് കഴിയുമ്പോൾ PDF നോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോ അതിലൊരു കാര്യം. പിന്നെ അതിൽ നമ്മൾ ഈ ട്രാവലേഴ്സിന്റെ കാര്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിന് കുറച്ച് ടൈം വേണം. നിങ്ങൾ തിരക്ക് പിടിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണ്ടേ. ഓക്കെ, അതിനൊരു ക്ഷമ കാണിക്കണം. എന്താണ് വ്യത്യാസം? നമ്മുടെ തമിഴ്നാട് NCERT-യും
തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്താണ് വ്യത്യാസം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആൻഷ്യൻ ഇന്ത്യ ഒക്കെ കുട്ടുപോലെ പഠിച്ചെടുക്കാൻ പറ്റും. അത് വളരെ ഈസി റീഡ് ആണത്. നമ്മുടെ നമ്മുടെ കയ്യിലുള്ള NCERT പോലെ അല്ല. പിന്നെ സദേൺ കിങ്ഡംസിനെ കുറിച്ചിട്ട് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഞാനൊന്ന് PDF നിങ്ങൾക്ക് ഇടാം. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോ ഇനി അങ്ങോട്ട് തമിഴ്നാട് NCERT പെട്ടെന്ന് വായിച്ചു കഴിയും, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ലൈഡ് ഞാൻ എന്തായാലും വൈകൂല, പെട്ടെന്ന് തന്നെ ഇടാം. ഇതൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ ആൻഷ്യന്റും മിഡീവലൊക്കെ ഏകദേശം തമിഴ്നാട് NCERT ഒക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കവർ ചെയ്ത് പോകും. അപ്പോ അതൊരു കാര്യം. ആൻഷ്യന്റിന്റെ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും നോക്കിയോ? പറ, നിങ്ങൾ എങ്ങനെയാണോ, അതായത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ ഇടുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ വലിയ ഉന്മേഷം എടുത്തില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസും അതേപോലെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യലൊക്കെ നമ്മൾ നിർത്തും. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറ. നോക്കിയിട്ടുണ്ടായിരുന്നു സർ. നോട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട് സർ. നോട്ട്സ് ഓക്കെ. വൈഷ്ണവ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. നോക്കുമ്പോ പിന്നെ അതുമല്ല, നിങ്ങൾ ആ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുകയും വേണം. അതായത് എന്താണ് വന്നത്, അത് എന്തിന്റെ ഇതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് തന്നാൽ ശരിയാവില്ലല്ലോ. അതൊരു കാര്യം. തമിഴ്നാട് NCERT ഇടുന്ന വേറെ പ്രത്യേകിച്ചില്ല. തമിഴ്നാട് NCERT ഇതാകുമ്പോൾ തന്നെ ആൻഷ്യന്റെ പ്രിപ്പറേഷൻ ഏകദേശം നിങ്ങളുടെ കഴിയും. ഏൻഷ്യന്റിലധികം ബുദ്ധിസം ജൈനിസം തന്നെ ചോദിച്ചിട്ട് കാണുന്നത്. അതെ അതെ, ആ ആൻഷ്യന്റ് അധികം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മളിപ്പോ 2019 2020 നോക്കുകയാണെങ്കിൽ ഇപ്പൊ സർവാസ്തിവാദി സൗര എന്ന് പറഞ്ഞിട്ടുള്ള സബ്സെക്ഷൻസും അങ്ങനത്തെ സബ്സെക്ഷൻസ് ആണ് ഇപ്പൊ അവർ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സബ്സെക്ഷൻസ് ഒക്കെ എനിക്ക് തമിഴ്നാട് NCERT ഉണ്ടോന്ന് അറിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോ ആ ജൈനിസം പിന്നെ അതേപോലെ മഹായാനയുടെയും ഹീനയാനയുടെയും ഇത് രണ്ടെണ്ണത്തിന്റെയും പിന്നെ വജ്രയാന തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ സബ്സെക്ഷൻസ് ആണ് ഇപ്പൊ UPSC ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ അവരുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ബുദ്ധിസം ജൈനിസം ആണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ബുദ്ധിസം ജൈനിസം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, അത് പ്രത്യേകിച്ച് ബുദ്ധിസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കൗടില്യ അർത്ഥശാസ്ത്ര സമുദ്രഗുപ്തയുടെ കാര്യമൊക്കെ ഇന്നലെ മോഡേൺ ഇന്ത്യയിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നെപ്പോളിയനോ അങ്ങനെ എന്തൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഈ സമുദ്രഗുപ്തനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കൾച്ചറൽ ഡിപ്ലോമസി ആയിട്ടൊക്കെ നമ്മൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസിലെ പേപ്പറിലൊക്കെ നമുക്ക് ഈ ബുദ്ധിസം ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ഉള്ള റിലേഷൻസ് നമ്മുടെ അശോകയുടെ ധർമ്മ എന്ന് പറഞ്ഞ പോളിസി എസ്സേയിലൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം. ഫിലോസഫിക്കൽ ടൈപ്പ് എസ്സേസ് ഒക്കെ വരും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോള് ഒരു ടോട്ടാലിറ്റിയിൽ നിന്നിട്ട് നമ്മൾ വേണം പഠിക്കാൻ. അതായത് ജനറൽ സ്റ്റഡീസിലേക്ക്, അതായത് ഓരോ പേപ്പറിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതായിരിക്കണം സിവിൽ സർവീസ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാലുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ വൈഷ്ണവ് പറഞ്ഞ പോലെ തന്നെ ബുദ്ധിസം ജൈനിസത്തിന്റെ കാര്യം നിങ്ങൾ